രാമനല്ല മര്യാദാ പുരുഷോത്തമൻ, ലക്ഷ്മണനാ. എന്തൊരു മര്യാദയാ! ജ്യേഷ്ഠത്തിയെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ബന്ധം. ഇതൊന്നും പഠിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ ജീവിതം പട്ടികൾക്ക് തുല്യമാവില്ലെന്ന്. ഇതെല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇതെങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവൂ? ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് ബന്ധങ്ങളൊന്നും നോക്കണ്ട, വെറും ഒരു ലൈംഗിക ഉപകരണമായി കാണുന്ന വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാട്ടികളായി വളർന്നു വരുമ്പോ ഇതിന്റെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം മനസ്സിലായോ? ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം. തനി നിറമെടുത്തണിയണ നെഞ്ച്, കാട്ടുതോന്യാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. ഇതാ കുട്ടികളെ പാട്ട്. കുട്ടികളെ കുറ്റം പറയണ്ട. നിങ്ങൾ ഈ രാമായണത്തിന്റെ ഒരു പാഠം, ഒരർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുത്തോ? കുട്ടികൾ അങ്ങനെ മൊബൈലും കൊണ്ട് അണി റോസിനെ നോക്കിയിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ രാമായണം വായിക്കും. എന്ത് കാര്യം? ശ്രീ സുരേഷ് അശ്വിനി ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ SNDP യൂണിയന്റെ യൂത്ത് മൂവ്മെന്റിന്റെ കൺവീനർ ശ്രീ വി ബിനുരാജ്, ശ്രീ തൃക്കുരുട്ടി ശിവക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളെ, മഹാദേവ സേവാസമിതിയുടെ ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന പരിണതപ്രജ്ഞരായിരിക്കുന്ന നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. അഖില കേരള രാമായണ മേളയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് രാമായണത്തെക്കുറിച്ചിട്ടുള്ള അയനവും ചിന്തയും രണ്ടും ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അയനമെന്ന് പറയുന്നത് യാത്രയാണല്ലോ. ചിന്തയെന്ന് പറയുന്നത് അതിൻ്റെ ആഴമാണ്. ഈ യാത്രയും ആഴവും കൂട്ടിച്ചേരുന്ന ഒരു പ്രക്രിയയെ പറ്റിയിട്ട് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ഇപ്പം ലക്ഷ്യം വെക്കുന്നത് SSLCക്കും +2-നും A+ നേടണമെന്നല്ലേ. ഈ പ്ലസ് എന്താണെന്ന് ഒരു കുട്ടിയും അറിയില്ല, ഒരധ്യാപകനും പറഞ്ഞു കൊടുക്കുന്നില്ല, ആരും അന്വേഷിക്കുന്നില്ല. യാത്ര ഉപരിതലത്തിലൂടെ ഇങ്ങനെയാണല്ലോ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ X-ആക്സിസ് ആണ്. ചിന്തയാവട്ടെ ആഴത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഈ പാരായണവും ചിന്തയും രണ്ടും ചേരുന്നതാണ് ഈ പ്ലസ് എന്ന് പറയുന്നത്. ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. വായനയും ചിന്തയും ചേരുന്നതാണ് പ്ലസ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ വായന നന്നായിട്ടുണ്ട്, പരന്ന വായനയുണ്ട്, പക്ഷെ ആഴത്തിലുള്ള ചിന്തയില്ലെങ്കിൽ കാര്യമുണ്ടോ? രാമായണം പാരായണം ചെയ്യുന്നവരോടും എനിക്കതാണ് പറയാനുള്ളത്. നമ്മൾ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ, കഥകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗത്തും, ഓരോ അക്ഷരത്തിലും, ഓരോ സെന്റൻസിലും, ഓരോ കഥാസന്ദർഭത്തിലും, ഓരോ കാണ്ഡത്തിലും, ഓരോ അധ്യായത്തിലും ആഴത്തിലുള്ള ചില ചിന്തകൾ നമ്മളിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ആ ചിന്തകളിലേക്ക് പ്രചോദിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഞാനൊരു വലിയ പണ്ഡിതനല്ല, ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു കവി രാജാവിന് എഴുതി കൊടുത്തൊരു ശ്ലോകമാണ്. ആ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: അഹം ച ത്വം ച രാജേന്ദ്ര ലോകനാഥാവുഭാവപി ബഹുവ്രീഹിരഹം രാജൻ ത്വം ഷഷ്ഠീ തൽപുരുഷൻ. സംസ്കൃതമാണ്, ഞാൻ മലയാളം പറയാം. അഹം ച ത്വം ച രാജേന്ദ്ര, ഹേ രാജാവേ, അഹം ച ഞാനും, ത്വം ച നീയും, ഹേ രാജാവേ, ലോകനാഥാവുഭാവപി, നമ്മൾ രണ്ടുപേരും ലോകനാഥന്മാരാണ്. ഞാനും ലോകനാഥനാണ്, നീയും ലോകനാഥനാണ്. പക്ഷെ ഒരു വ്യത്യാസം, ഞാൻ ബഹുവ്രീഹിയാണ്, അങ്ങ് ഷഷ്ഠി തൽപുരുഷനാണ്. സമാസം പഠിച്ചവർക്കറിയാം, വിഗ്രഹിക്കുമ്പോൾ
ബഹുവ്രീഹി സമാസത്തിൽ ലോകനാഥനെ പിരിച്ചാൽ ലോകം നാഥനായിട്ടുള്ളവൻ ആരോ അവനാണ് ബഹുവ്രീഹിയായി തിരിച്ചാൽ. ഞാൻ ലോകനാഥനാണ്, പക്ഷെ എൻ്റെ നാഥൻ ലോകമാണ്. എന്നാ അങ്ങാവട്ടെ ഷഷ്ടി തൽപുരുഷനാണ്, ലോകത്തിൻ്റെ നാഥനാണ്. അങ്ങാണ് ഈ ലോകത്തിൻ്റെ നാഥൻ, നമ്മൾ രണ്ടുപേരും ലോകനാഥനാണ്, പക്ഷെ വിഗ്രഹിക്കുന്നത് മാറിപ്പോയി എന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന രാമായണത്തെക്കുറിച്ച് ഇവിടെ വരുന്ന ഈ നോട്ടീസ് വായിച്ചു നോക്കിയപ്പോൾ ഇതിൽ രാമായണത്തിൻ്റെ ആധ്യാത്മികതയുടെ, ആത്മീയതയുടെ, ഭക്തിയുടെ ആഴങ്ങൾ പഠിച്ച ഒരുപാട് അതിൻ്റെ നാഥന്മാരുണ്ട്. ഞാനാവട്ടെ ഇതിൻ്റെ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. 3 വർഷമായി രാമായണത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഇരുന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ തവണ വായിക്കുമ്പോഴും ഓരോന്ന് പുതിയൊന്ന് കടന്നു വരിക. എഴുതി തീരുന്നില്ല. ഇക്കൊല്ലെങ്കിലും കൊടുക്കണം, പ്രിന്റിങ്ങിന് കൊടുക്കണമെന്ന് പുസ്തകശാലക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഞാനത് വിദ്യാർത്ഥിയാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥിയാവണം. കഴിഞ്ഞ വർഷം വായിക്കുമ്പോൾ, രാമായണം വായിക്കുമ്പോൾ നമുക്കുണ്ടാവാത്ത ചില ചിന്തകൾ ഇക്കൊല്ലം ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഇക്കൊല്ലം എന്തിനാ വായിക്കുന്നത്? നിങ്ങൾ വായിക്കുന്നത് രാമന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ? ആലോചിക്കണം. എന്തിനാ രാമായണം വായിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രാമായണം പാരായണം ചെയ്യണം. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവിടുന്ന് ഒരാൾ രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും. മൈക്കുണ്ടാവും, അമ്പലത്തിലെ കൊള്ള തിരിച്ചു വെച്ചിട്ടിട്ട് ദൈവത്തിനെ കേൾപ്പിച്ചിട്ട് ദൈവത്തെ നന്നാക്കാൻ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പോലും കേൾക്കാനിരിക്കൂല. ആരെ കേൾപ്പിക്കാനാ വായിക്കുന്നത്? വായിക്കുന്നത് ആരാണ്? ഉള്ളിലൊരു പ്രാണനുണ്ട്, സത്തുണ്ട്. ആ സത്ത് പുറത്തേക്ക് വരുമ്പോൾ നാവിൻ തുമ്പത്തിരിക്കുന്ന വികട സരസ്വതിയെ പുറത്തേക്ക് കളയണം. വികട സരസ്വതിയെ പുറത്തേക്ക് കളയാൻ ര എന്ന ശബ്ദമാണ്. ര എന്ന് പറഞ്ഞാൽ ഇരുട്ടാണല്ലോ. ഇരുട്ടെന്ന ശബ്ദം, അതിനെ പുറത്തേക്ക് കളയാൻ ഹ എന്ന ശബ്ദം ഇങ്ങ് പുറത്തേക്ക് വരണം. മഹാപ്രാണമാണോ ഹ? അക്ഷരത്തിൽ, സംസ്കൃതാക്ഷരമാലയിൽ ഹ എന്ന അക്ഷരം മഹാപ്രാണമാണ്. ആ മഹാപ്രാണം പുറത്തേക്ക് വരുമ്പോൾ നാവിൻ തുമ്പത്തിരിക്കുന്ന ജ്യേഷ്ഠയെ പുറത്തേക്ക് തള്ളി മാറ്റണം. ഹി ഹ വന്നിട്ട് അതാണ് ഹരേ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹരേ രാമ എന്ന് പറയുന്നതിൻ്റെ ഹരേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള സത്വശക്തി കൊണ്ട്, ആത്മശക്തി കൊണ്ട് ബാഹ്യമായിരിക്കുന്ന അന്ധകാരത്തെ പുറത്തേക്ക് തള്ളണം. ആത്മീയ ശക്തി കൊണ്ട് അന്ധകാരത്തെ പുറത്തേക്ക് കളയണം. അതാ ഹരേ. ഇനി ശ്രീരാമ രാമ രാമ എല്ലാ ദിവസവും പാരായണം ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ശ്രീരാമ രാമ രാമ. എന്തിനാ അത് പാടുന്നത്? ശ്രീരാമന് സന്തോഷം ഉണ്ടാക്കിയിട്ട് എനിക്കെന്തെങ്കിലും വരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ശ്രീരാമനെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് വരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല ശ്രീരാമ രാമ എന്ന് പറയുന്നത്. അവിടെയാണ് എന്താണ് കർക്കിടകവും രാമായണവും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർക്കിടക മാസത്തിലെ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത്? 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, കർക്കിടകം രാശിയിലെ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചതെന്നാ പറയുന്നത്. കർക്കിടക മാസത്തിലാന്നല്ലേ, മാസം വേറെ രാശി വേറെയാണ് കേട്ടോ. കർക്കിടകം രാശിയിൽ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. ഒന്നത്. രണ്ടാമത്, ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് മലയാളികൾ മാത്രമേ ഉള്ളൂ ആചരിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ രാമായണം ഉണ്ടായ നാട്ടിലൊന്നും കർക്കിടക മാസമൊന്നുമില്ല രാമായണത്തിന്. ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത്? കർക്കിടക മാസം കാക്ക കണ്ണു തുറക്കാതെ മഴ പെയ്യുന്ന മാസമാണ്. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ്. ഹ്യൂമിഡിറ്റി കൂടുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടുന്ന മാസമാണ്. നിങ്ങളൊരു കുപ്പിയിലെ വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, തണുത്ത വെള്ളം, എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള വെള്ളം ഉണങ്ങിയ തുണി കൊണ്ട് തോർത്തിയെടുക്കുക. എന്നിട്ട് അത് വെറുതെ പുറത്താടെ വെക്കൂ. കുറച്ച് കഴിയുമ്പോൾ കുപ്പിയുടെ പുറത്തെല്ലാം വെള്ളം പറ്റി നിൽക്കുന്നത് കാണാം. അകത്തുള്ള വെള്ളം പുറത്തു വന്നതല്ലല്ലോ. അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട്. ആ ഈർപ്പത്തെ വലിച്ചെടുക്കുന്നതാണ്. കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ള മാസം. ആ മാസത്തിൽ ഈർപ്പം വർദ്ധിക്കുമ്പോൾ
അതിനനുസരിച്ച് ജൈവിക കണങ്ങൾ വർദ്ധിക്കും, ജൈവാംശങ്ങൾ, ബാക്ടീരിയകൾ വർദ്ധിക്കും, ഫംഗസുകൾ വർദ്ധിക്കും, വൈറസുകൾ വർദ്ധിക്കും. അതുകൊണ്ട് ആ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും പനി, ജലദോഷം, അസുഖം വർദ്ധിക്കുന്നത് ഈർപ്പം കൂടുന്നത് കൊണ്ടാണ്, ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ മൊത്തത്തിൽ അസുഖം വരും. ഈ അസുഖം വരുമ്പോഴാണ് ജ്യേഷ്ഠാ ഭഗവതി കളിയാടുക. ജ്യേഷ്ഠാ ഭഗവതി അറിയാവോ? ഭഗവതി രണ്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ മലബാറിലെ തെയ്യക്കോലങ്ങൾ പോതി രണ്ടുണ്ട്. ജ്യേഷ്ഠയും വലിയ പോതി, അനുജത്തിയും ശ്രീയുമുണ്ട്. ജ്യേഷ്ഠയും ശീവോതിയുമുണ്ട്. ശീവോതി എന്ന് കേട്ടിട്ടുണ്ടോ? ഓണത്തിന് ശീവോതി പൂടുമ്പോ ശീവോതി ഇടും. ശീവോതി എന്ന് പറയുന്നത് ശ്രീ ഭഗവതിയാണ്, ഐശ്വര്യദേവതയാണ് ശ്രീ ഭഗവതി. ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ അസുഖമാണ്, മാരിയാണ്, പൊട്ടിയാണ്, വസൂരിയാണ്. ജ്യേഷ്ഠ അസുഖമുണ്ടാക്കുന്നവൾ, അസുഖമുണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവൾ ജ്യേഷ്ഠ. ജ്യേഷ്ഠത്തി, അങ്ങനെയാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി എന്ന് പേര് വന്നത് മുതിർന്ന ആളായതുകൊണ്ടാണ്. പണ്ടത്തെ ആളുകളിൽ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ കുളി കഴിഞ്ഞാൽ ഈ രണ്ട് ഭഗവതിയും കൂടി നമ്മുടെ ശരീരത്തിൽ അങ്ങ് കയറിയിരിക്കും. അപ്പോൾ ഒരു വഴിക്ക് രണ്ടാൾ പോകുമ്പോൾ ആരാ മുന്നിൽ നടക്കുക? ജ്യേഷ്ഠത്തി മുന്നിൽ നടക്കും, അനുജത്തി പിന്നിൽ നടക്കും. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകൾ കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തിയിട്ടേ മുഖം തോർത്തു. കാരണം എന്താ? ആദ്യം തോർത്തുന്നിടത്ത് മുന്നിൽ നടക്കുന്ന ആൾ വന്ന് കയറിയിരിക്കും, ജ്യേഷ്ഠനെ പുറത്താക്കി പിന്നെ മുഖം തോർത്തിയാൽ മുഖത്ത് ഐശ്വര്യം വരും. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ ജ്യേഷ്ഠ കളിയാടുന്ന കർക്കടക മാസത്തിൽ ജ്യേഷ്ഠയെ പറഞ്ഞയക്കണമെങ്കിൽ അനുജത്തി വരണം. അനുജത്തി ആരാ? ശ്രീയാണ്. ശ്രീ ആരാ? മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി വരണമെങ്കിൽ ആരെ വിളിക്കണം? മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം. ആരാണ് മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവൻ? ശ്രീയെ രമിപ്പിക്കുന്നവൻ. ശ്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി. ആരാ? മഹാവിഷ്ണു. മഹാവിഷ്ണു. മഹാവിഷ്ണുവിനെ വിളിക്കണം. നിങ്ങളൊരു വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോയി, വിവാഹം ക്ഷണിക്കാൻ പോയി. ആ വീട്ടിലെ സ്ത്രീയെ മാത്രം ക്ഷണിച്ചാൽ ആണുങ്ങളും വരൂല, പെണ്ണുങ്ങളും വരൂല, അല്ലേ? എന്നാൽ പുരുഷന്മാരെ മാത്രം വിളിച്ചാൽ പുരുഷന്മാർ പോവും. പക്ഷെ സ്ത്രീകളെ മാത്രം വിളിച്ചാൽ പുരുഷന്മാർ പോവോ? സ്ത്രീകളെയും പോകാൻ അനുവദിക്കുകയില്ല, അല്ലേ? അതുകൊണ്ട് ആദ്യം പുരുഷനെ വിളിക്കണം. അതുകൊണ്ട് പുരുഷനെ വിളിച്ചിട്ട് സ്ത്രീയെയും കൂടി വിളിക്കണം. എന്നാലേ കൊട്ടാരക്കര ബസ് വന്നാലേ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോവും. ശ്രീ വന്നാല്, ശ്രീബോധി വന്നാലേ ജ്യേഷ്ഠ പോവും. അപ്പൊ ശ്രീബോധിയെ വിളിക്കണം. ആരെ? ശ്രീയെ വിളിക്കണം. വരണമെങ്കിൽ ആര് വിടണം? രമയെ രമിപ്പിക്കുന്നവനെ വിളിക്കണം. ആരാണ് രമയെ രമിപ്പിക്കുന്നവൻ? അതാണ് രാമൻ. മനസ്സിലായോ? രാമൻ എന്ന വാക്കിന്റെ അർത്ഥം രമയെ രമിപ്പിക്കുന്നവൻ എന്നാണ്. രമിപ്പിക്കുന്ന, ശ്രീയെ രമിപ്പിക്കുന്നവൻ, ഐശ്വര്യത്തെ രമിപ്പിക്കുന്നവനെ വാ, ജ്യേഷ്ഠയെ പറഞ്ഞേക്കൂ. അതാണ് ശ്രീരാമ. അർത്ഥം മനസ്സിലായോ? എല്ലാ ദിവസവും ശ്രീരാമ എന്ന് ജപിക്കുന്നത് ഐശ്വര്യദേവത വരട്ടെ, ജ്യേഷ്ഠ പോകട്ടെ. ഒന്ന്, അത് ബാഹ്യമായ ജ്യേഷ്ഠ. ആന്തരികമായില്ലേ ജ്യേഷ്ഠ? പണിയും കൂലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദുഷ്ടത കൂടുമല്ലോ, മനസ്സിൽ അസ്വസ്ഥത കൂടുമല്ലോ. അപ്പൊ ഉള്ളിലുള്ള ഇരുട്ടിനെ പുറത്തേക്ക് കളയണ്ടേ? ഉള്ളിലെ ഇരുട്ടിനെ പുറത്തേക്ക് കളയാനാണ് ശ്രീരാമ. അടുത്ത രാമ, ശ്രീരാമ രാമ. അടുത്ത രാമൻ എന്താ? അടുത്ത രാമൻ രാശബ്ദോച്ചാരണ മാത്രേണ മുഖാ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വായപൂട്ടണം. അതാ രാമ രാമ. മനസ്സിലായോ? അപ്പൊ ശ്രീരാമ രാമ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? എന്തിനാ ശ്രീരാമ രാമ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ രാമ എന്നല്ലേ? അല്ല. രാമായണത്തിലെ ഓരോ വരിയിലും, ഓരോ കാണ്ഡത്തിലും, ഓരോ അധ്യായത്തിലും, ഓരോ അക്ഷരത്തിലും നമ്മൾ പ്രത്യക്ഷാർത്ഥത്തിനപ്പുറത്ത് പരോക്ഷമായ ഒരർത്ഥമുണ്ട്. സീതയെ
അനുനയിപ്പിക്കാൻ പോകുന്ന രാവണന്റെ പാഠം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബഹുവിശേഷമാണ്. സീതയെ അനുനയിപ്പിക്കാൻ പോകുന്ന രാവണൻ രാമനെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കൂ, പലതവണ വായിച്ചു നോക്കൂ. വായിക്കും തോറും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അത് രാമനെ കുറ്റം പറയലല്ല, രാമനെ സ്തുതിക്കലായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. ഓരോ വരിയിലും ഈ രായും മായും കൂട്ടിവെച്ചിട്ടുണ്ട്, യായും നായും കൂട്ടിവെച്ചിട്ടുണ്ട്. അറിയുമോ? ഈ അധ്യാത്മരാമായണത്തിൽ എല്ലാ ഈരടിയിലും ഒരൊറ്റ ഈരടി ഒഴിച്ച് മറ്റെല്ലാ ഈരടിയിലും രായുണ്ട്, മായുണ്ട്, യായുണ്ട്, നായുണ്ട്. ഏതെങ്കിലും ഒരക്ഷരം ഇല്ലാത്ത ഒരു ഈരടിയില്ല. ഈ 4 അക്ഷരങ്ങളിൽ ഒന്നെങ്കിലും ഇല്ലാത്ത ഒരു ഈരടിയും രാമായണത്തിൽ ഇല്ല. ഒന്നുണ്ട്, ഒന്ന് കുറവ്. ആ ഈരടി ഏതാന്ന് അറിയുന്ന ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈപൊക്കിയ. രാ എന്നോ മാ എന്നോ യാന്നോ നാന്നോ അക്ഷരമില്ലാത്ത ഒറ്റൊരു ഈരടി ഉണ്ട്. ആർക്കെങ്കിലും അറിയാവോ? ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയതാ. ആർക്കെങ്കിലും അറിയാവോ? ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ എന്ന ഈരടിയിൽ ഒഴിച്ച് മറ്റു മുഴുവൻ ഈരടിയിലും ഈ 4 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരമുണ്ട്. ശ്രദ്ധിക്കണം. അപ്പൊ ഈ രാമായണം എന്ന് പറയുന്നത് എന്താണ്? കേവലം രാമന്റെയും സീതയുടെയും കഥയല്ല. കേവലം ഒരു ആധ്യാത്മിക ദർശനങ്ങൾ, ഫിലോസഫികൾ പറയുന്നൊരു കാവ്യമല്ല. രാമായണത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം അതിൻ്റെ ശില്പഭദ്രമായ കഥാപാഠമാണ്. ഇത്രയും മനോഹരമായ ഒരു കഥ നിങ്ങൾ അറിയണം. ഒരുപാട് കഥകൾ എഴുതി തഴക്കവും പഴക്കവും വന്നിരിക്കുന്ന ഒരുപാട് കഥകൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഘടന മനസ്സിലാക്കിയ കാഥികന്മാരൊന്നും അല്ലല്ലോ രാമായണം എഴുതിയത്. ആദ്യം തന്നെ എഴുതിയതാ. എന്നാൽ ആ ആദ്യം തന്നെ എഴുതിയ കഥക്ക് ഇത്രയും ശില്പഭദ്രമായിരിക്കുന്ന ഒരു കഥ, ഇത്രയും മനോഹരമായ പരിണാമഗുപ്തി, ഇത്രയും മനോഹരമായ സംഘർഷാത്മകത, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. എന്താണ് ഈ 6 എന്താണ് ഈ 6? ഈ 6 ബാലകാന്ഡം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഷ്കളങ്കമായിരിക്കുന്ന അവസ്ഥയാണ്. നിഷ്കളങ്കമായിരിക്കുന്ന പ്രകൃതിയോടൊത്ത് കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പഠന പ്രക്രിയയിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ പഠനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വെറുപ്പില്ലാതെ ബ്രഹ്മചര്യത്തിന്റെ കാലഘട്ടമാണ് അയോധ്യാകാന്ഡം. ആ കാണ്ഡത്തിൽ യുദ്ധമരുത്. അയോധ്യ എന്ന് പറയുന്നത് യുദ്ധമരുതാത്തത് എന്നാണ്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യുദ്ധമരുതാത്തിടം എന്നാണ്. യുദ്ധമില്ലാതെ വെറുപ്പില്ലാതെ സകല ചരാചരങ്ങളോടും സ്നേഹിക്കുന്ന കാണ്ഡമാണ് അയോധ്യാകാന്ഡം. മൂന്നാമത്തത് എന്താ? ആരണ്യകാന്ഡം. പ്രകൃതിയോടൊത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ പ്രകൃതിയുടെ ആ കാനനത്തിലേക്ക് യാത്ര ചെയ്തിട്ട് അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് ജീവിതത്തെ രൂപപ്പെടുത്താൻ മനുഷ്യൻ പഠിക്കണം. പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പഠിക്കണം എന്നർത്ഥം. പ്രകൃതിയെ വെറുക്കരുത്. പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പഠിക്കുന്ന കാണ്ഡമാണ് ആരണ്യകാന്ഡം. അത് കഴിയുമ്പോഴേക്ക് മനുഷ്യന്റെ ഉള്ളിൽ കൗമാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സന്ത്രാസങ്ങൾ ഒത്തുചേരുമ്പോൾ ഒരു വാനരത്വമുണ്ട് നമ്മുടെ ഉള്ളിൽ. നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു കുരങ്ങനില്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ തോന്നാറില്ലേ നമ്മളെ പറ്റിയിട്ട് ഞാനെന്തെല്ലാം കളിക്കുന്നപ്പാ? ഒരു കുരങ്ങത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതാ കിഷ്കിന്ധാകാന്ഡം. വാനരത്വം, ആ വാനരന്മാരുടെ ചാബല്യങ്ങൾ, ആ ചാബല്യങ്ങളിൽ അത് തമ്മിലുള്ള യുദ്ധങ്ങൾ, അതിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ ഭാര്യയാക്കി വെക്കുക, ജ്യേഷ്ഠനെ കൊന്നതിന് ശേഷം ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ ഭാര്യയാക്കി വെക്കുക. കുടുംബ ബന്ധങ്ങളിൽ ഒരു വിധത്തിലുള്ള നിയമവും വ്യവസ്ഥയൊന്നുമില്ലാതെ ഒരു കുരങ്ങത്വമുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ കുരങ്ങത്വത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ സൗന്ദര്യബോധത്തിന്റെ ഒരു കാണ്ഡമുണ്ടാവണം. ആ സൗന്ദര്യബോധത്തിന്റെ കാണ്ഡമാണ് സുന്ദരകാന്ഡം. സൗന്ദര്യബോധത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ ഈ ഭൂമിയിൽ അയച്ചത്. നിങ്ങൾ നോക്കൂ, ഈ രാമായണം എന്ന കാവ്യം ഒരു സുന്ദര കാവ്യമല്ലേ?
മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് രാമായണത്തെക്കുറിച്ച് കാവ്യം എഴുതാനോ പാട്ടുപാടാനോ ആർക്കും കഴിഞ്ഞിരുന്നോ? പണ്ടും വണ്ടുകൾ മുളകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കാറ്റത്ത് ഊതാറുണ്ടായിരുന്നു. പക്ഷേ ആ ഊതുന്ന ആ പാട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആരും പാട്ട് ആസ്വദിച്ചിട്ടില്ല, പാട്ടുപാടിയിട്ടില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവനും തീർത്തവളും ഉണ്ടാകുന്നത്, അല്ലേ? സൗന്ദര്യബോധം, പുഷ്പങ്ങളുണ്ടായത് മനുഷ്യൻ വന്നതിന് ശേഷമല്ലല്ലോ. മനുഷ്യനുണ്ടാകുന്നതിനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. ആ പുഷ്പങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലും പുഷ്പങ്ങളെ കൊണ്ട് വനമാല തീർത്തിരുന്നോ? ആരെങ്കിലും കൂവളത്തില കൊണ്ട് മാല ചാർത്തിയിരുന്നോ? ഇലയായി പിറവിയുണ്ടെങ്കിൽ കൂവളത്തിലയായി ചമഞ്ഞേനെ എന്ന് കവിത എഴുതിയിരുന്നോ? ഇല്ലല്ലോ. ആരും കണ്ണെത്താ ദൂരത്ത് കയ്യെത്തേണം, കയ്യെത്തും ദൂരത്ത് ചെന്നെത്ത മുറ്റത്ത മുല്ലയെക്കുറിച്ച് പാട്ടുപാടിയിരുന്നോ? ഇല്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും മഴവില്ലുണ്ടായിരുന്നില്ലേ? അതിന്റെ 7 നിറങ്ങളെ നോക്കിയിട്ട് ആ മഴവില്ലിന്റെ മലരളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാൻ ഉളറിയിരുന്നോ ആരെങ്കിലും? ഇല്ലല്ലോ. അപ്പൊ സൗന്ദര്യബോധം, അനുഭൂതി, ആർദ്രതയുണ്ടാവണം മനുഷ്യന്. സുന്ദരകാന്ഡം. അത് കഴിഞ്ഞിട്ടാണ് ജീവിതവും പ്രകൃതിയും മനുഷ്യന്മാർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ആ സംഘർഷങ്ങളിൽ യുദ്ധത്തിൽ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? മറ്റു മനുഷ്യരോടാണോ അവനവനോടാണോ യുദ്ധം ചെയ്യേണ്ടത്? ആരാണ് നമ്മുടെ ശത്രു? കൃത്യമായിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, നിന്റെ ശത്രു ആരാ? കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളാണ് നിന്റെ ശത്രു, അല്ലേ? തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കതാകുന്നതെന്നും അറിയുക നീ എന്ന് രാമൻ പറയുന്നുണ്ട്. ആ ശത്രുവിനെ ജയിക്കുന്ന യുദ്ധകാന്ഡം, അല്ലേ? യുദ്ധകാന്ഡത്തോടു കൂടി തീർന്നോ? രാമായണ കഥയുടെ അതിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്നത് എപ്പോഴാണ്? ആ കഥയുടെ വൈകാരികത ഉണ്ടാവുന്നത് ഉത്തരരാമായണത്തിലാണ്. ആ ഉത്തരരാമായണത്തിൽ രാമൻ സീതയെ ഉപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ സീതയെ വാൽമീകി കണ്ടെത്തുമായിരുന്നോ? വാൽമീകി സീതയെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ രാമന്റെ കഥ വാൽമീകിക്ക് മനസ്സിലാകുമായിരുന്നോ? സീതയുടെ മക്കളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി രാമായണം വാൽമീകി എഴുതുമായിരുന്നോ? രാമായണം വാൽമീകി എഴുതിയില്ലായിരുന്നുവെങ്കിൽ തൃക്കുരട്ടി മാന്നാർ മഹാദേവ സേവാ സമിതി രാമായണ മേള നടത്തുമായിരുന്നോ? രാമായണ മേള നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നോ? ഞാനിവിടെ പ്രസംഗിക്കുമായിരുന്നോ? അപ്പോൾ ഉത്തരകാണ്ഡല്ലേ പ്രധാനം. ആ ഉത്തരകാണ്ഡത്തിലാണ് അതിമനോഹരമായ ഭാഗങ്ങൾ. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ വികാസവും പരിണാമവുമാണ് നമ്മുടെ ദശാവതാര കഥകൾ പോലും. ദശാവതാരം എന്താ? ആദ്യത്തെ അവതാരം വെള്ളത്തിലുണ്ടായ ജീവനല്ലേ? ജീവനുണ്ടായത് വെള്ളത്തിലാണ്. മത്സ്യാവതാരം, പിന്നീട് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവനുണ്ടായി. കൂർമാവതാരം, അല്ലേ? കൂർമാവതാരം രണ്ടാമത്തെ കൂർമ്മല്ലേ? പിന്നീട് കാട്ടിലെ മൃഗമുണ്ടായി, വരാഹം. പിന്നീട് മരത്തിലേക്ക് കയറുന്ന മുഖം കണ്ടാൽ സിംഹം, ഒടല് കണ്ട നരസിംഹാവതാരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. മനുഷ്യനുണ്ടാക്കിയ ആദ്യത്തെ ഉൽപ്പന്നം എന്താണെന്നറിയാവോ? സഞ്ചരിക്കുന്ന വീട്. എന്താ സഞ്ചരിക്കുന്ന വീട്? മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂരയുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു മേൽക്കൂര, അതാണ് കുട. ഓല കൊണ്ടുണ്ടാക്കിയ കുട. ഓലക്കുടയേന്തിയിരിക്കുന്ന ആരുണ്ടായി? വാമനുണ്ടായി. വാമനന്റെ കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എണ്ണാൻ തുടങ്ങി, അളവെടുക്കാൻ തുടങ്ങി, എണ്ണം വെക്കാൻ തുടങ്ങി. ആ കാലിന്റെ അടി കൊണ്ട് അളക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ്. വാമനൻ കാലടി കൊണ്ട് അളക്കുന്നു, പക്ഷെ പെരുക്കാലും കൊണ്ട് സ്വർഗവും ഭൂമിയും അളന്നു. ലീഗൽ മെട്രോളജി വകുപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ കേസ് കൊടുക്കും വാമന്റെ പേരിൽ. കാരണം അതിനൊരു മാനദണ്ഡം ഇല്ലാതെ 3 അടി സ്ഥലം തരാന്ന് പറഞ്ഞിട്ട് ഇയാൾ എൻ്റെ സൊക്കോൽ ഇത്ര നീളമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അളക്കാൻ വന്ന പ്രശ്നമല്ലേ? അങ്ങനെ അളന്നു, അല്ലേ? അതാണ് വാമനന്റെ കാലഘട്ടം. അത് കഴിഞ്ഞിട്ടാണ് ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക് മാറുക. മാനാറുള്ള ആളുകളോട് പറയണ്ടല്ലോ ലോഹത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട്, പറയണ്ടല്ലോ, അല്ലേ? ഇവിടെ അതിൻ്റെ തെളിവുകളെല്ലാം ഇവിടെയുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന്
അയിര് മുക്കിയെടുത്തിട്ട് അതുകൊണ്ട് ഉരുക്കിയിട്ട് ഒരു പത്തിയും ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിന്റെ ഒരു തള്ളയിട്ട് ചുമല് വെച്ചൊരു രാമൻ ഉണ്ടാകുന്നു. അതാണ് പരശുരാമൻ. അതാണ് പരശുരാമന്റെ കാലഘട്ടം. ലോഹയുഗത്തിന്റെ കാലഘട്ടമാണ്. നമ്മുടെ ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ സിനിമയിൽ അതിമനോഹരമായ ഒരു പാട്ടുണ്ട്, മാധുരി പാടിയ പാട്ട് കേട്ടിട്ടുണ്ടോ? കണ്ണാ, ഓർമ്മയുണ്ടോ? ആലില കണ്ണാ, പാലാഴിത്തിരയിലൊഴുകും ആലില കണ്ണാ, ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എൻ്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന്. അടുത്ത വരി എന്താ? ആദ്യത്തെ അവതാരം നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി. മനസ്സിലായി? ഓർമ്മ വന്നോ? മത്സ്യാവതാരം. അതിന്റെ അടുത്ത ചരണത്തിൽ പറയുന്നുണ്ട്, നീ പണ്ടൊരു മുനികുമാരനായി, അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാഴി. പരശുരാമൻ. മനസ്സിലായോ? മുനികുമാരന്റെ മഴു പറന്നു വീണ നീരാഴി, പരശുരാമൻ അവതാരം. അപ്പോ ലോഹയുഗത്തിന്റെ ആരംഭമാണ് പരശുരാമൻ. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യന്റെ കൂട്ടായ്മയുടെ, രാജഭരണത്തിന്റെ, ധാർമ്മികതയുടെ പാഠങ്ങൾ ആരംഭിക്കുന്നത്, കുടുംബബന്ധത്തിന്റെ മൂല്യം ആരംഭിക്കുന്നത്. അതുവരെയുള്ള മനുഷ്യർക്ക്, കാട്ടാളന്മാരായി ജീവിക്കുന്ന മനുഷ്യർക്ക് അച്ഛനെന്ന, അമ്മയെന്ന, ഭാര്യയെന്ന, സഹോദരനെന്ന ബന്ധമില്ലാതെ ഒരു പെണ്ണിന് എത്ര ഭർത്താവും ആകാം, ഒരു ഭർത്താവിന് എത്ര ഭാര്യയുമാകാം. കൊട്ടാരങ്ങളിൽ അന്തഃപുരങ്ങൾ ഉണ്ടായിരുന്നു, ഭാര്യമാരെ കൂട്ടിയിട്ട ഗോഡൌൺ ആയിരുന്നു അത്, അല്ലേ? എത്രയോ ഭാര്യ ഉണ്ടാവും. എന്നാൽ ദശരഥനിലെത്തുമ്പോഴേക്ക് എണ്ണം കുറഞ്ഞു. എത്രയായി? 3 ചുരുങ്ങി. രാമന്റെ പ്രസക്തി എവിടെയാ? 1 ഒറ്റ ഭാര്യ. അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തിരിക്കുന്ന അവളെ 10 തലയുള്ളവൻ വന്നിട്ട് കടൽ കടത്തി കൊണ്ടുപോയി. 10 തലയുള്ളവൻ കടൽ കടത്തി കൊണ്ടുപോയി. ലോകം മുഴുവൻ കീഴടക്കിയ മഹാശക്തിവാനായി ആണ് കൊണ്ടുപോയത്. എവിടത്തേക്ക് കൊണ്ടുപോയെന്ന് ഒരു പിടിയില്ല. എന്നിട്ടും രാമന് അന്നത്തെ രാജനീതി പ്രകാരം ഏത് പെണ്ണിനെയും ഭാര്യയാക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. എത്രയെത്ര സുന്ദരിമാർ നമ്മുടെ അന്ന് രാജ്യത്തുണ്ടായിരുന്നു. ഒരു കോൾ, ഒരു മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്താൽ 1000കണക്കിന് വധുക്കളെ കിട്ടുമായിരുന്നില്ലേ രാമന്? ഇല്ല. ഒന്നിനും പകരം മറ്റൊന്ന് നോക്കിയോ? ഒന്നും നോക്കാതെ തനിക്ക് ആ ഭാര്യയല്ലാതെ മറ്റൊരുത്തിയും വേണ്ട. കടൽ കടന്നു പോയിട്ട് 10 തലയുള്ളവനെ കൊന്നിട്ടും ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന ആ ഷാഠ്യം, കുടുംബജീവിതത്തിന്റെ, വിവാഹബന്ധത്തിന്റെ മൂല്യം എന്തെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രതിലോമ സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആ പ്രതിലോമ സംഭവത്തെ നേരിടാൻ രാമായണം എന്ന കാവ്യത്തെ ആയുധമാക്കാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താ പ്രതിലോമ സംഭവം എന്നറിയാവോ? വിവാഹബന്ധം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ കാമ ചോദനകളെ തണുപ്പിക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണം, ഒരു ആണിനെ വേണം. ആ ചോദനകൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് തോന്നിയാൽ രണ്ടും 2 വഴിക്ക് പോകണം. ഡൈവോഴ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 10-15 കൊല്ലമായിട്ട് മലയാളികൾ പാടിത്തുള്ളുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് വിവാഹമേ വേണ്ട എന്നതിൻ്റെ പാട്ടാണ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? വിവാഹമെന്ന് പറയുന്നത് കേവലം ശരീരങ്ങൾ ഇണചേരാനുള്ള മാർഗമാണെന്ന് ധരിച്ചുപോയി കുട്ടികൾ. അതുകൊണ്ട് അവരേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആദ്യ രാത്രിക്കാണ്. ശരീരങ്ങൾ ചേരുന്നതല്ല പ്രക്രിയ. 2 ശരീരം, ഒരാണ് ഒരു പെണ്ണിനെ ഇണചേരാനാണെങ്കിൽ ഇത്രയും വലിയ പന്തൽ എന്തിന്? ഇത്രയും വലിയ സദ്യ എന്തിന്? ഇത്രയും നാട്ടുകാരെ എന്തിന് വിളിക്കുന്നു? ഇത്ര കാശ് ചെലവഴിക്കുന്നത് എന്തിന്? 2 ശരീരങ്ങൾ ഇണചേരാൻ വേണ്ടി ഇത്രയും കാശ് ചെലവഴിക്കണോ? വേണ്ട. വിവാഹം എന്ന് പറയുന്നത് 2 സംസ്കാരങ്ങൾ ഒത്തുചേരലാണ്, 2 കുടുംബങ്ങൾ ഒത്തുചേരലാണ്, 2 വികാരങ്ങൾ ഒത്തുചേരലാണ്. അതുകൊണ്ടാണ് ഭർത്താവിന്റെ ഹൃദയം, പൊന്നുപോലത്തെ ഹൃദയം, ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കലാണ് താലികെട്ടൽ. ഹൃദയം പറിച്ച് ചേർക്കുമ്പോൾ ഇയാൾ മരിച്ചു പോന്നുകൊണ്ട് പൊന്നു വെക്കേണ്ടടുത്ത് പൂ വെച്ചിട്ട് എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിന് പകരം പൊന്നുകൊണ്ടുള്ള ഹൃദയം ഉണ്ടാക്കിയിട്ട് അതാ താലി. അത് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കലാണ് താലികെട്ടൽ. ഇവിടെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടാത്തത് കൊണ്ടാണ് നൂല് കെട്ടി കഴുത്ത് കെട്ടുന്നത്. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം അറിയാത്ത ഭർത്താക്കന്മാരാണ് വലിയ മാല വാങ്ങിയിട്ട് താലി കോർത്തിട്ട്
തൻ്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തിൻ്റെ നേരെയല്ല, മിക്കവരും കൊണ്ടുപോയി വെക്കുന്നത് ഉദരത്തിൻ്റെ മേലെയാണ്. നിങ്ങൾ വീട്ടിൽ പോയി കണ്ണാടി നോക്കൂ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിന് നേരെയാണോ ഉള്ളത്, ഉദരത്തിൻ്റെ മേലെയാണോ ഉള്ളത് എന്ന് വീട്ടിൽ പോയി നോക്ക്. രണ്ട് ഹൃദയങ്ങൾ ചേർത്ത് വെക്കലാണ് താലികെട്ടൽ. ആ മൂല്യമായിരിക്കുന്ന സംഭവത്തിന് അതിന് സാക്ഷ്യം വഹിക്കുന്ന ഹൃദിക്കുകൾ, സാക്ഷ്യം വഹിക്കുന്ന അതിന് കർമ്മികളായിരിക്കുന്നവർ ചൊല്ലുന്ന മന്ത്രമുണ്ട്. മംഗല്യം തന്തുനാനേന. തന്തു എന്ന് പറഞ്ഞ താലിയാണ്. വിവാഹം തന്തു, താലി കെട്ടിയിട്ടുള്ള വിവാഹമാണ്. പക്ഷേ നമ്മുടെ പുതിയ തലമുറ 10 കൊല്ലമായിട്ടൊരു സിനിമ പാട്ട് പാടി തുള്ളുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചാൽ പിന്നെ മംഗല്യം തന്തുനാനേന, മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോകും. അതുകൊണ്ട് കല്യാണം വേണ്ട. പിന്നെ എന്താ വേണ്ടേ? ലിവിങ് ടുഗദർ. പിടികിട്ടിയ? നിങ്ങൾ അറിയാതെ നമ്മുടെ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു തത്വശാസ്ത്രമാണത്. ലിവിങ് ടുഗദർ. ഒത്തുചേരുക, കുറെ കാലം ഒത്തുജീവിച്ച് ഇണചേരുക, എന്നിട്ട് മടുക്കുമ്പോ രണ്ടും 2 ബൈക്ക് പോവുക. അതിലുണ്ടാകുന്ന മക്കളെ ഓൻ്റെ അച്ഛൻ നോക്കുവോ? കുടുംബജീവിതത്തിന്റെ അടിത്തറ തോണ്ടുകയാണ്. അവിടെയാണ് രാമായണം. വിവാഹം ചെയ്തിരിക്കുന്ന പെണ്ണിനെ കടൽ കടത്തി കൊണ്ടുപോയാലും അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥ കുടുംബ പാഠമാണ്. സുന്ദര സാഹിത്യ പാഠം പഠിക്കണം, കുടുംബ പാഠം പഠിക്കണം, ധാർമ്മിക പാഠം പഠിക്കണം. എന്താണത് ധാർമ്മിക പാഠം? കുടുംബ ബന്ധങ്ങൾ, ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠ ഭാര്യയെ അനുജൻ കാണേണ്ടത് എങ്ങനെ, അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ കാണേണ്ടത് എങ്ങനെ, ഇതൊക്കെ എഴുതുന്നത് ഏത് കാലത്താ? പ്രാകൃത ജീവിതം നയിക്കുന്ന മനുഷ്യന്റെ കാലഘട്ടത്തിൽ. കൃതയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. എന്താ ഈ കൃതയുഗം? കൃതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത്, പ്രാകൃതം പ്രകൃതിയാൽ ഉണ്ടായത്. പ്രകൃതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പ്രാ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നാണ്, ഫസ്റ്റ് എന്നാണ്. പ്രാ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, പ്രൈമറി എന്നാണ്. കൃതി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത്. വയലാറിന്റെ കൃതി എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പ്രകൃതിയോ ആദ്യം ഉണ്ടായത്, അതാ പ്രകൃതി. മനസ്സിലായോ? ഉണ്ടായതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ ജീവിക്കുന്നതിനാണ് പ്രാകൃതം എന്ന് പറയുക. മനസ്സിലായോ? അതൊരു വൃത്തികെട്ട വാക്കല്ലേ പ്രാകൃതം. പ്രകൃതിയോട് ഒത്തുചേർന്ന് എന്നതാണ് പ്രാകൃതം എന്ന വാക്കിനർത്ഥം. ആദ്യമുണ്ടായ 5 എണ്ണമാണ്. ഏതാ 5 എണ്ണം ആദ്യമുണ്ടായത്? 1 ഭൂമി, 2 പദാർത്ഥം, 2 വെള്ളം, അല്ലേ? 3 വായു, 4 ആകാശം, അഗ്നി. 5 എണ്ണാണ് ആദ്യം ഉണ്ടായത്. 5ന് സംസ്കൃതത്തിൽ എന്ത് പറയും? പഞ്ചം. അപ്പൊ ആദ്യം ഉണ്ടായ 5ന് എന്ത് പറയും? പ്രപഞ്ചം. അതായി പ്രപഞ്ചം എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രപഞ്ചം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായ 5 എണ്ണം. ഈ ആദ്യമുണ്ടായ 5 എണ്ണം പ്രകൃതി. ആ പ്രകൃതിയുടെ യുഗം കൃതയുഗം, ഉണ്ടായ പോലെയുള്ള യുഗമാണ് കൃതയുഗം. ആ കൃതയുഗത്തിൽ നിന്ന് ത്രേതായുഗം. എന്താ ഈ ത്രേതായുഗം? പ്രകൃതി നിന്നും മാറിയിട്ട് 3 എണ്ണത്തിനെ പറ്റി അറിയാൻ തുടങ്ങി. ഏതാ 3 എണ്ണം? 1 ഞാൻ, 1 പ്രകൃതി, 1 ദൈവം. ഞാനും നീയും ദൈവവും. മനസ്സിലായോ? അതാ ത്രേതം. പ്രകൃതിയും ഈശ്വരനും ഞാനും. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്നൊരു സിനിമ പാട്ട് കേട്ടിട്ടുണ്ടോ? സംഭവം ഇതാണ് ത്രേതം. ഇത് 3നെ പറ്റി അറിയാൻ തുടങ്ങി. ഞാനും നീയും ദൈവവും അതിനെപ്പറ്റി അറിയാൻ തുടങ്ങി. ആ അറിയാൻ തുടങ്ങുമ്പോൾ ഉള്ള കാലഘട്ടത്തിലാണ് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. എന്താ? പക്ഷിമൃഗാദികൾക്ക് അങ്ങനെയുണ്ടോ? ഏതെങ്കിലും ഇണചേർന്നിട്ട് മക്കളെ ഉണ്ടാക്കിയ കാള ആ പശു പ്രസവിച്ച കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് അതിനെ സ്കൂളിൽ ചേർക്കണ്ടേ, അതിൻ്റെ SLC ബുക്ക് വാങ്ങണ്ടേന്ന് അന്വേഷിച്ച് വരാറുണ്ടോ? ഇല്ല, ഒന്നും അന്വേഷിക്കാറില്ല. അത് പ്രകൃതിയാണ്. അതിന് ധാർമ്മിക കുടുംബ ബന്ധങ്ങളില്ല. എന്നാ നമുക്കെന്തുണ്ട്? അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മോനെ രാജാവാക്കാൻ തീരുമാനിക്കുന്നു അച്ഛൻ. മൂത്ത ആളെ രാജാവാക്കുന്നു. നാളെ നിന്നെ അഭിഷേകം ഇളമയായി ചെയ്യുന്നുണ്ട്,
നീ അതിൻ്റെ ഏർപ്പാട് ചെയ്തോ. അങ്ങനെ രാമൻ രാത്രി തന്നെ ബാൻഡ് സെറ്റെല്ലാം ഏൽപ്പിച്ചു, കുരുത്തോലയെല്ലാം തൂക്കി, അല്ലേ, ചാനലുകാരെല്ലാം വിവരം കൊടുത്തു. എന്നിട്ടാ പോയി കിടന്നുറങ്ങിയേ. രാത്രിക്ക് കൊട്ടാര വിപ്ലവം നടന്നു. കൈകേയി പറഞ്ഞു, എനിക്ക് തരാൻ വേണ്ടി വെച്ചിരുന്ന 2 വരവുണ്ടല്ലോ പണ്ട് യുദ്ധത്തിന് പോയപ്പോ യുദ്ധം കാണാൻ തേർത്തട്ടിലിരുന്ന കൈകേയി രഥത്തിന്റെ ചക്രത്തിന്റെ ആണിക്കാൽ ഊരിപ്പോയത് കണ്ടപ്പോ ആ ചക്രം ഊരിത്തെറിച്ചാൽ ദശരഥനെ കൊല്ലും രാക്ഷസന്മാര്. ആണിക്കാലിന് പകരം തന്റെ വിരലാട വെച്ചു കൊടുത്തു. ആ വിരലിന്റെ മേലെ ഒരഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് യുദ്ധം ജയിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഈ കുടുങ്ങിക്കിടക്കുന്ന കണ്ടത്. തന്നെ രക്ഷിച്ച കൈകേയിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇഷ്ടമുള്ള 2 വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. കൈകേയി പറഞ്ഞു, ഇപ്പൊ എനിക്ക് ആവശ്യമൊന്നുമില്ല, അത് അക്കൗണ്ടിൽ ഇട്ടേക്കുക, ആവശ്യമുള്ളപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തോളാം. അങ്ങനെ ഒരവസരം കിട്ടിയപ്പോ അവളത് വിഡ്രോ ചെയ്തു, പലിശയും പലിശക്ക് പലിശ അടക്കം. എന്താ വിഡ്രോ ചെയ്തത്? ഭരതനെ രാജാവാക്കണം, രാമനെ കാട്ടിലയക്കണം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പുരുഷന്മാര് മനസ്സിലായിക്കൊള്ളുക. ഭാര്യക്ക് എന്തെങ്കിലും കൊടുക്കണോ തീരുമാനിച്ചാൽ പിന്നേക്ക് വെക്കരുത്, അപ്പൊ തന്നെ കൊടുത്ത് തീർത്തേക്കണം. പിന്നേക്ക് വെച്ചാൽ അത് ആപത്താ. മനസ്സിലായോ? അപ്പൊ തന്നെ കൊടുത്ത് സബൂറാക്കിയേക്കണം എന്നാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കൈകേയി അഭിഷേകം മുടക്കി. ഈ മുടക്കിയ വിവരം അറിഞ്ഞിട്ട് രാമന്റെ അഭിഷേകം മുടങ്ങിയത്. പക്ഷെ എന്താ സംഭവം? രാവിലെ രാമൻ ഉണരുമ്പോ കേൾക്കുന്നത് അയോധ്യാവാസികളെല്ലാം പേടിച്ചലറി ഓടുന്നു. എന്താ വിഷയം? ഞാണൊലി ശബ്ദം കേൾക്കുന്നു. ആരാണത്? ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്തിട്ട് ഞാണൊലി മുഴക്കിയിട്ട് പറയാ, ഞാൻ കൈകേയിനെയും കൊല്ലും, ദശരഥനെയും കൊല്ലും, അയോധ്യ ചുട്ടു ചാമ്പലാക്കും, എന്റെ ജ്യേഷ്ഠന് കിട്ടാത്ത ഈ അയോധ്യ ഒരുത്തനും അങ്ങനെ ഭരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ് ലക്ഷ്മണൻ. അത് കേട്ടിട്ട് എല്ലാവരും പേടിച്ചലറി ഓടുമ്പോ യഥാർത്ഥത്തിൽ ഇത് ബാധിക്കുന്നത് രാമനാണ്. രാമന് പക്ഷെ ദേഷ്യം വന്നില്ലല്ലോ. രാമൻ പോയിട്ട് ലക്ഷ്മണനോട് എന്താ പറഞ്ഞേ? ഞാനുണ്ട്, നമുക്ക് 2 ആൾക്കും പറ്റും, ഒന്ന് ചോദിക്കാം, പോയിട്ട് ചോദിക്കാന്നല്ലല്ലോ പറഞ്ഞേ. രാമൻ പറഞ്ഞെന്താ? വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ. ആദ്യം ഈ മത്സര്യ ബുദ്ധി, എനക്ക് നിനക്ക് എന്ന മത്സര്യ ബുദ്ധി വെടിഞ്ഞിട്ട് എൻ്റെ വാക്ക് നീ കേൾക്ക്. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക, നീ ഒന്നിത് കേൾക്ക്. എന്നിട്ട് പറയാ, ഈ കാണുന്നതല്ല സത്യമാണെങ്കിലല്ലേ ദൃശ്യമായുള്ള രാജ്യദേഹാദി വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായെങ്കിൽ എന്തിനാൽ ഫലം? എന്തിനാ നീ യുദ്ധം ചെയ്യുന്നത്? എന്തിനാ നീ പടക്കുന്നത്? ഇതെല്ലാം നാളെ വേറെ ആയിരുന്നു ആവൂ. ഇതൊക്കെ നമ്മൾ അഭിനയിക്കുന്ന നാടകമല്ലേ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രാമായണത്തിന്റെ സത്താഭാഗത്താണ്. എന്തുകൊണ്ടാണ് രാമന് ദേഷ്യം വരാത്തതെന്നറിയോ? അമ്മമാര് മനസ്സിലാക്കണം. രാമന് ദേഷ്യം വരാത്തതിൻ്റെ കാരണം രാമനെ രാവിലെ വിളിച്ചുണർത്തിയ നാദമാണ്. നാദത്തിന്റെ പ്രാധാന്യം, സംഗീതത്തിന്റെ പ്രാധാന്യവും രാമായണവും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? രാമായണം പാരായണം ചെയ്യുന്നത് എന്തിനാ? രാമനെ മലയാളികളെ പരിചയപ്പെടുത്തിയത് ആരാന്നറിയോ? എഴുത്തച്ഛനൊന്നുമല്ല, കണ്ണശനും കമ്പരും ഒന്നുമല്ല. മലയാളികളെ പരിചയപ്പെടുത്തിയത് ചീരാമകവിയാണ്. ചീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി. അത് പാട്ടാണ്. ആ പാട്ട് കഴിഞ്ഞാൽ പിന്നെ കിളിപ്പാട്ട്. എന്താ ഈ കിളിപ്പാട്ട്? അധ്യാത്മരാമായണം കിളിപ്പാട്ട. എന്താ കിളിപ്പാട്ട് അറിയാവോ? എന്താ കിളി? ഉമാമഹേശ്വര സംവാദമല്ലേ? പരമേശ്വരൻ പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കുന്ന ആ കഥ, പരമേശ്വരിയുടെ തോളത്തൊരു കിളിയുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഇരയിമൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ എന്ന
താരാട്ടുപാട്ട് കേട്ടിട്ടുണ്ടോ? സ്വാതി തിരുനാളിനെ പാടി ഉറക്കിയത്. അതിൽ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി ഏന്തും കിളിയോ. പരമേശ്വരിയുടെ തോളത്തൊരു കിളിയുണ്ട്, പാർവതിയുടെ തോളത്തൊരു കിളിയുണ്ട്. ആ കിളി അത് കേട്ടിട്ട് കലിയുഗത്തിലുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ പറന്ന് തിരൂരിലെ തുഞ്ചമ്പറമ്പിലെ രാമാനുജന്റെ മുന്നിലെത്തിയിട്ട് ആ കിളി അത് രാമാനുജനോട് പറഞ്ഞു കൊടുത്തു. രാമാനുജൻ അത് കേട്ടിട്ട് നമുക്ക് പറഞ്ഞു തന്നു. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കാനുള്ള ഒരാൾ മറ്റൊരാളോട് പറയുന്നത് മൂന്നാമതാളത്തൊരാൾ കേട്ടിട്ട് നാലാമതൊരാളോട് പറയുന്നതിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുക. രാമായണം ഒരു ഡബിൾ റിപ്പോർട്ടഡ് സ്പീച്ചാ. ശിവൻ പാർവതിയോട് പറയുന്നത് കിളി കേട്ടിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു, എഴുത്തച്ഛൻ കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു. മനസ്സിലായോ? അതാണ് ഒന്ന് കിളിപ്പാട്ട്. രണ്ട്, അതുവരെ സംസ്കൃത ശ്ലോകങ്ങളാണല്ലോ രാമായണം. ഈ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അതിൻ്റെ കഠോരമായിരിക്കുന്ന വ്യാകരണ നിയമങ്ങളിൽ പെട്ടിട്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവോ സംസ്കൃത ശ്ലോകങ്ങൾ? അതുകൊണ്ട് സാധാരണ മനുഷ്യർ പ്രായശ്ചോ അപാമരജന പ്രസിദ്ധ, പ്രായശ്ചോ പാമരന്മാര് അല്ലാത്ത ആളുകൾക്ക് മാത്രമല്ല പാമരന്മാർക്കും മനസ്സിലാവുന്നവർക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് എഴുതിയത്. അങ്ങനെ എഴുതിയപ്പോ നമ്മുടെ ഭാഷയിലുള്ള വൃത്തങ്ങൾ ഉപയോഗിച്ചു. ഏതൊക്കെയാ? കേക, കാകളി, കളകാഞ്ചി തുടങ്ങിയ കിളിയുടെ പാട്ടുപോലുള്ള വൃത്തത്തിലാണ് രാമായണം എഴുതിയത്. ഭാഷാവൃത്തങ്ങളിൽ രാമായണം എഴുതിയത്. അതുകൊണ്ടാണ് കിളിപ്പാട്ട് എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? എഴുത്തച്ഛൻ്റെ വാഗ്വൈഖരി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ ഇതിൻ്റെ ഒരു പ്രവാഹം! സുന്ദരകാന്ഡം വായിച്ചിട്ടുണ്ടോ? അജതനയ തനയ ശരസമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീമഹം എന്ന് കേട്ടിട്ടുണ്ടോ? ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിന യുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. അജതനയ തനയ ശരസമധിക അതിൻ്റെ ഒരു പ്രവാഹം. സുന്ദരകാന്ഡം വായിക്കാൻ എന്ത് രസാന്നറിയോ? എന്നാല് ഇത് വായിച്ച് ശീലാത്തുള്ളാത്ത ഇതൊങ്ങനെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും അല്ലേ? എന്നാൽ അത് ഇത്ര സുന്ദരമായിട്ട് വായിക്കാം. അതാണ് ഈ വാഗ്വൈഖരി പ്രവാഹം ഉണ്ടല്ലോ. ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ. ഇതിങ്ങനെ എഴുതുമ്പോ പൊട്ടിക്കണ്ണന്മാരെ പേടിയുള്ള കാലം ഉണ്ടായിരുന്നു പണ്ട്. ഓർമ്മയുണ്ടോ? പുതിയ വീടെടുക്കുമ്പോൾ കോലം കുത്തി വെക്കുന്നില്ലേ? വാഴത്തോട്ടത്തിൽ കോലം ഉണ്ടാക്കി വെക്കുന്നില്ലേ? എന്തിനാ ഇത്? ഈ പൊട്ടിക്കണ്ണന്മാര് നോക്കുമ്പോൾ ആദ്യം നോക്കുക ഈ കോലത്തിനാ. അപ്പൊ ഇവന്റെ കണ്ണ് അതിന് കൊണ്ടോളും. എന്നാ പിന്നെ വാഴക്കൊന്നും പറ്റൂല, വീടിനൊന്നും പറ്റൂല. അതിനു വേണ്ടിയാ കോലം കുത്തി വെക്കുന്നത്. അപ്പോ കിളിയുടെ പാട്ടാണ് എന്ന് പറയുമ്പോ പൊട്ടിക്കണ്ണന്മാര് കണ്ണ് വെച്ചാൽ ആർക്ക് കിട്ടും? കിളിക്കേ കിട്ടൂ, തനിക്ക് കിട്ടൂലല്ലോ. അതിനു വേണ്ടി കിളിയെ കൊണ്ട് പറയിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നെ ശുഗമുനി കേട്ടിട്ടുണ്ടോ? ശുഗമുനി, വ്യാസമുനിയുടെ കൂടെയുള്ള ശുഗമുനി. ശുഗം പക്ഷിയാണ്. ശുഗമുനി പറന്നു വന്നിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു കൊടുത്തതാണ്. അതാണ് കിളി എന്നും പറയുന്നുണ്ട്. എന്തായാലും കിളിപ്പാട്ടാണ്. പാട്ടാണ് രാമായണം. പാട്ടാണ്, കൃഷ്ണപ്പാട്ടാണ് അല്ലേ? കൃഷ്ണഗാഥ, ഗാഥ എന്ന് പറഞ്ഞാൽ പാട്ടാണ്. പാട്ട് പ്രധാനമാണ്. നിങ്ങൾ ഈണത്തിൽ പാടണം. കാവ്യം ശ്രാവ്യമാണ്. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം? വള്ളത്തോളിന്റെ തോണിയാത്രയിൽ പറയാ. ആ ആനന്ദം ലഭിക്കണം. അപ്പൊ അതുകൊണ്ട് പാട്ട്, ഈ പാട്ടുകളിലൂടെയാണ് അയനം, പാരായണം. ആ പാരമായ അറ്റമില്ലാത്തതിലേക്ക് അയനം ചെയ്യലാണ് പാരായണം. രാമായണം പാരായണം ചെയ്യുന്നു. അപ്പൊ രാമായണം പാരായണം ചെയ്യുമ്പോൾ നാദത്തിന് പ്രാധാന്യമുണ്ടല്ലോ, ശബ്ദത്തിന് പ്രാധാന്യമുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ ശബ്ദത്തെ ക്രമീകരിക്കാനുള്ള ഒരു എക്സസൈസാണ് രാമായണ പാരായണം. ശബ്ദത്തെ ക്രമീകരിക്കാൻ പഠിക്കണം. ഈ ശബ്ദത്തെ ക്രമീകരിച്ചത് കൊണ്ടാണ് രാമനെ രാവിലെ വിളിച്ചുണർത്തുന്ന ശബ്ദം നിങ്ങൾ അറിയണം. നിങ്ങൾ മക്കളെ എങ്ങനെ വിളിക്കല്? അടുപ്പത്തൊന്നും ആയിട്ടില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി, പയ്യനാണ് ഗണിയിട്ടിട്ടില്ല, രാവിലെ തന്നെ മൂരിനെ തെളിക്കും പോലെ തെളിക്കുക. ഒരിക്കലും വിളിക്കരുത്. ഉണർത്തുന്നത് കേട്ടിട്ടുണ്ടോ? രാമനെ എന്നാണ്. പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്.
അതുകൊണ്ട് തന്നെ അന്ന് നല്ല മൂടാണ് രാമന്. അതുകൊണ്ടാണ് രാമന് ദേഷ്യം വരാഞ്ഞത്, ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നത്. മനസ്സിലായോ? ആ ലക്ഷ്മണൻ ദേഷ്യം വന്നു. ദശരഥൻ രാമനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സത്യം ചെയ്തു പോയി രാമ, എനിക്ക് സത്യം. അവിടെയാണ് രണ്ടാമത്തെ മൂല്യം വരിക. സത്യം എന്ന ചിന്തയ്ക്ക് ഉത്ഭവം ഉണ്ടാകുന്ന എവിടെയാണ്? മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ സത്യമുണ്ടായിരുന്നോ? സത്യത്തെപ്പറ്റി ചിന്തിക്കുമായിരുന്നോ? സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ, സത്യത്തിനെത്ര വയസ്സായി? സത്യത്തെപ്പറ്റി ചിന്തിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഉപനിസത്തുണ്ടായത്. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്രയാണല്ലോ അസതോമാ സദ്ഗമയ. ഈ സത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു സത്തുണ്ട്. ആ സത്തുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഇവിടെ വില കിട്ടിയത്. ഈ സത്തങ്ങ് പോയാൽ എന്തോ വിലയുണ്ടോ? ശരീരം അസത്തല്ലേ? അസത്താണെന്ന് എന്താ തെളിവ്? എത്ര പ്രഗത്ഭനാവട്ടെ, എത്ര വലിയ ആളായി, ഇതിൻ്റെ ഉള്ളിലെ സത്തങ്ങ് പോയ ആരും മൈൻഡ് ചെയ്യോ? എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്, മരണപ്പെട്ടാൽ ആ ശരീരത്തെ കെട്ടിപ്പിടിച്ച് കരയും ബന്ധുക്കൾ. കുറച്ച് കഴിയുമ്പോൾ സംസ്കരിക്കാൻ വേണ്ടി, കുളിപ്പിക്കാൻ വേണ്ടി, എടുക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ അച്ഛനെ കൊണ്ടുപോണ്ടപ്പാ എന്ന് പറഞ്ഞ് കരയുമ്പോൾ നാട്ടുകാർ പറയാ, നിങ്ങളെ കരയിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല, എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയാൽ എന്തായിരിക്കും കഥ? ഏത് പ്രഗത്ഭനായാലും, ഏത് അച്ഛനായാലും, അമ്മയായാലും, മക്കളായാലും സത്തങ്ങ് പോയാൽ അത് അസത്താ. തിക്കുറിശി സുകുമാരൻ നായരുടെ ഒരു മനോഹരമായ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തിക്കുറിശി പാട്ട് എഴുതുന്ന ആളാ, നടൻ മാത്രമല്ല. അദ്ദേഹം എഴുതിയ പാട്ടാണ് ഭാര്യയുടെ മുടിയെ വർണ്ണിച്ച് ഭർത്താവ് പാടുന്ന പാട്ട്. കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം എന്ന് തൻ്റെ മുടിയെ വർണ്ണിച്ച് പാടുന്ന കേട്ടപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഭക്ഷണം വിളമ്പിയിട്ട് നല്ല ടേസ്റ്റോടെ ഭാര്യ തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ച് ആ മുടിയതാ ഒന്ന് ബലിന്ന് കൈമെന്ന്. അപ്പോൾ അതെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? ഇല്ല. തലയിൽ ഈ സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ തലയിലെ മുടിക്ക് വിലയുള്ളൂ. ആ സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്ത. നഖം പരിപാലിച്ച് സുന്ദരമായി കൊണ്ടുവന്ന നഖം മുറിച്ചു മാറ്റിയാൽ അത് അസത്ത. വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ വയറ്റിലേക്ക് കഴിക്കുന്ന പുണ്യജലമാണ്. പക്ഷെ വായക്ക് പുറത്തു വന്നാലോ അത് അസത്താണ്. ഈ ശരീരത്തിൽ ഒരു സത്തുണ്ട്, ആ സത്തങ്ങ് പോയാ ഇത് അസത്ത. മനസ്സിലായോ? ഈ സത്താ പ്രധാനം. ആ സത്തിന് വില കൊടുക്കണം. ഇത് തമിഴന്മാർക്കറിയാം, നമ്മൾ മലയാളികൾക്ക് അറിയില്ല. തമിഴന്മാർക്കറിയാം ഈ സത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് അവർ മരിച്ചു പോയാൽ സത്ത് പോയാച്ച് എന്ന് പറയുന്നത്. സത്ത് പോയാച്ച് എന്ന് പറയും. നമ്മളത് ചത്തുപോയി നാക്കി കളഞ്ഞു, അതാ പറ്റിയത്. മനസ്സിലായോ? സത്താ പ്രധാനം. ആ സത്ത് എന്തെന്ന് അന്വേഷിച്ചു പോകുകയാണ് നമ്മൾ. അസതോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. ആ സത്യം പരിപാലിക്കാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞു പോയ വാക്ക് നിങ്ങൾ നോക്കുക. 2-3 ഭാര്യയുണ്ടല്ലോ. ഞാനത് പാലിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞെങ്കിൽ കൈകേയി കേസ് കൊടുക്കുവോ? ഇല്ല. കൈകേയി നീ നിന്റെ പണിയെടുത്തോന്ന് പറയാലോ? ദശരഥന് പറയാലോ? ഇല്ല. ഭാര്യയോടായാലും പറഞ്ഞ വാക്ക് പാലിക്കണം. രാമായണം വായിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആണുങ്ങൾ ഭാര്യക്ക് അടുത്ത കൊല്ലം ഞാൻ ഫ്രിഡ്ജ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് പാലിച്ചിട്ടില്ലേ പിന്നെ നിങ്ങൾ രാമായണം വായിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായോ? പറഞ്ഞ വാക്ക് പാലിക്കണം. സത്യത്തിനോടുള്ള വില. അതുകൊണ്ട് രാമ, ഞാനിങ്ങനെ സത്യം ചെയ്തു പോയി, അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യാ? പക്ഷെ നിന്നെ ഞാൻ കാട്ടിൽ അയച്ചിട്ട് ഭരതനെ രാജാവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സത്യം പാലിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിനക്കൊരു കാര്യം ചെയ്യാം, നീ എന്നെ പിടിച്ച് കാരാഗൃഹത്തിലിടുക. അന്ന് രാജാക്കന്മാർ എത്രയോ ചെയ്യുന്നതാണ്. എന്നിട്ട് നീ രാജ്യം ഭരിക്കണമെന്ന് പറയുമ്പോൾ രാമൻ ദശരഥനോട് പറയുന്നൊരു മറുപടിയുണ്ട്. ഈ മറുപടി നിങ്ങൾ ഇന്ന് ആ ഭാഗം വീട്ടിൽ പോയിട്ട് മക്കൾക്കെല്ലാം ഉപദേശിച്ചു കൊടുക്കണം, നിർബന്ധമായിട്ടും. നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെൻ്റാണിത്. എന്താ പറയുന്നതെന്നറിയോ? 3 തരം മക്കളുണ്ട് അച്ഛാ. ഒന്ന്, താതകാര്യം അനാജ്ഞപ്തമെങ്കിലും മോദേന ചെയ്യുന്ന പുരുഷൻ ഉത്തമൻ. അച്ഛൻ പറഞ്ഞ കാര്യം, അച്ഛൻ ഉദ്ദേശിക്കുന്ന കാര്യം ആജ്ഞാപിക്കാതെ മനസ്സിലാക്കി ചെയ്യുന്നവനാണ് ഉത്തമപുത്രൻ. രണ്ടാമത്തതോ,
താതൻ നിയോഗത്താൽ ചെയ്യുന്നവൻ മധ്യമപുത്രൻ. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമപുത്രൻ. ഇനി മൂന്നാമത്തതോ, അച്ഛൻ പറഞ്ഞിട്ടും അനുസരിക്കാത്തവൻ. അതാരാ? ആരാ നിങ്ങൾ പറഞ്ഞ? ഉത്തമൻ, മധ്യമൻ, മൂന്നാമത്തത് അധമൻ അല്ലേ? അല്ല. അവിടെയാണ് പ്രശ്നം. അച്ഛൻ പറഞ്ഞിട്ടും അനുസരിക്കാത്ത പുത്രൻ അധമൻ എന്നല്ല രാമായണം പറയുന്നത്. രാമൻ ദശരഥനോട് പറയുന്നത് പിത്രൂർ മലമെന്ന് ചൊല്ലുന്നു സത്തുക്കൾ. അച്ഛൻ്റെ മലമാണെന്ന. മനസ്സിലായോ? നമ്മളെ നാട്ടിൽ എത്ര മലമുണ്ട് നിങ്ങൾ വീട്ടിൽ പോയി കണക്കെടുത്തോ? അച്ഛൻ പറയാതെ അച്ഛൻ്റെ മനസ്സറിയുന്നു ചെയ്യുന്നവൻ ഉത്തമൻ, അച്ഛൻ പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്നവൻ മധ്യമൻ, അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കാത്തവൻ അച്ഛൻ്റെ മലം എന്ന് പറയാ. അതാണ് പിതൃപുത്ര ബന്ധത്തിൻ്റെ പ്രസക്തി. പിടികിട്ടിയോ? അപ്പൊ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? അതാണ്. ഇനി പിതൃപുത്ര ബന്ധം, ഭാര്യാഭർത്തൃബന്ധം പറഞ്ഞല്ലോ ഞാൻ. പിതൃപുത്ര ബന്ധം പറഞ്ഞു. മൂന്നാമത്തത് സഹോദര ബന്ധം. എന്താ സഹോദര ബന്ധത്തിന്? 2 ഉദാഹരണങ്ങൾ. രാമനെ മാത്രമേ കാട്ടിലയക്കാൻ വേണ്ടി ദശരഥൻ ആജ്ഞാപിച്ചിട്ടുള്ളൂ. ആ രാമന്റെ കൂടെ ആരും പറയാതെ രാമൻ കാട്ടു പോകുന്നത് ദശരഥൻ പറഞ്ഞിട്ടാ. കാരണമുണ്ട്. എന്നാ ലക്ഷ്മണൻ കാട്ടു പോകുന്ന ആര് പറഞ്ഞിട്ടാ? രാമൻ വിളിച്ചോ? ലക്ഷ്മണന്റെ അമ്മ പറഞ്ഞോ നീ പോണോന്ന്? കൗസല്യ അഭ്യർത്ഥിച്ചോ? ദശരഥൻ പറഞ്ഞോ? ഒന്നുമില്ല. ആരും പറയാതെ വോളണ്ടിയർ, ആദ്യത്തെ ലോകത്തിലെ വോളണ്ടിയർ ആരാണ്? ലക്ഷ്മണനാണ്. ലോകത്തിലെ ആദ്യത്തെ വളണ്ടിയർ ലക്ഷ്മണനാണ്. സ്വയം സന്നദ്ധനായി ചെയ്യുന്നവൻ, അല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നവനല്ല വളണ്ടിയർ. സ്വയം സന്നദ്ധനായിട്ട് ജ്യേഷ്ഠന്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ട ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ പോകുമ്പോ എന്നാലും മോനെ നീ എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കുകയാണോ അമ്മ? നമ്മളെ നാട്ടിൽ നിന്നല്ലോ ഗൾഫിലെല്ലാം പോകുമ്പോ അമ്മമാര് പറയൂ നീ ഒന്നും ഇല്ലാണ്ട് പോന്നോട്ടേനൊന്നും. അസുഖമൊന്നും ഇല്ലാണ്ട് എന്നാ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതുപോലെ ഓൻ പോയിട്ട് ഒന്നും ഇല്ലാണ്ടിങ്ങ് പോരുക. മനസ്സിലായോ? അതാണ്. എന്ന് പറഞ്ഞാൽ അമ്മ ഉപദേശിക്കുന്നത് എന്താണെന്നറിയോ? സുമിത്ര ഉപദേശിക്കുന്നത് അതാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകം. നവരത്നങ്ങൾ, വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളോട് രാമായണത്തിലെ ഉത്തമ ശ്ലോകം ഏതെന്ന് ചോദിച്ചപ്പോ പറയിപ്പറ്റ പന്തിരകുലത്തിന്റെ പിതാവായിരിക്കുന്ന വരരുചി എന്ന മഹാകവി അദ്ദേഹം പറഞ്ഞു കൊടുത്തത് രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദ യഥാസുഖം എന്നാൽ. നീ കാട്ടിലെത്തിയാൽ രാമനെ ദശരഥന് തുല്യനായി കാണണം, അച്ഛന് തുല്യനായിട്ട് ജ്യേഷ്ഠനെ കാണണം. മാം വിദ്ധിം ജനകാത്മജം, അമ്മയ്ക്ക് തുല്യമായിട്ട് ആരെ കാണണം? സീതയെ കാണണം. അയോധ്യാമടവിം വിദ്ധിം, കാടായിട്ട് അയോധ്യയായിട്ട് കാടിനെ കാണണം. ഗച്ഛതാദ യഥാസുഖം, മകനെ സുഖമായി പോയി വരിക. ഇതാണ് സുമിത്ര ഉപദേശിക്കുന്നത്. ഇതാ ഉത്തമ ശ്ലോകം. അങ്ങനെ ലക്ഷ്മണൻ കാട്ടിൽ പോയിട്ട് തൻ്റെ ജ്യേഷ്ഠപത്നിയെ അമ്മയ്ക്ക് തുല്യമായി കണ്ടോ എന്നതിന് തെളിവുള്ളൊരു ഭാഗമുണ്ട്. ഏതാ ഭാഗം? സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകുമ്പോൾ ആകാശത്തുകൂടെ പോകുമ്പോ സീത കണ്ടു ഈ ഇത് കെട്ടിയിട്ട് അവരുടെ നടുക്കിട്ട് കൊടുത്തു. ഇത് ആരുടേതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല, അവർ സൂക്ഷിച്ചു വെച്ചു. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന പോക്കിലാണ് ഋഷമുഖാചലത്തിൽ വെച്ച് സുഗ്രീവനെയും ഹനുമാനെയും ജാമ്പവാനെയും കണ്ടെത്തുന്നത്. അവിടെ വെച്ചിട്ട് സീതാന്വേഷണത്തിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോ അവരകത്തു നിന്ന് ഇത് എടുത്തു കൊണ്ടു കൊടുത്തു. ഇങ്ങനെ ഒരു തുണിക്കെട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ കുറച്ച് ആഭരണങ്ങളുണ്ട്, അത് നിങ്ങളുടെ സീതാദേവിയുടേതാണോ എന്ന് നോക്കൂ. തുറന്നത് കണ്ടപ്പോഴേക്ക് രാമന്റെ വികാരങ്ങൾ പൊട്ടി ഒഴുകുകയാണ്. രാമൻ കരയുകയാണ്, എൻ്റെ ആഭരണങ്ങളെ നിങ്ങളും എൻ്റെ സീതാദേവിയെ ഉപേക്ഷിച്ചു പോയോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് രാമന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണനോട് ചോദിച്ചു, ലക്ഷ്മണ ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലേ? അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ജ്യേഷ്ഠാ. നിനക്ക് സംശയമാണോ? ഈ മാലയോ? അതും എനിക്കറിയില്ല. വളകളോ മോതിരമോ ഒന്നും ലക്ഷ്മണൻ അറിയില്ല. അവസാനം പാദസരങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. അമ്മയ്ക്ക് തുല്യമായിട്ട് ഞാൻ എപ്പോഴും രാവിലെ ആ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, അപ്പോ ആ പാദസരം ഞാൻ കാണലുണ്ട് എന്ന് പറയുന്ന മര്യാദാ പുരുഷോത്തമൻ ആരാ? രാമനല്ല മര്യാദാ പുരുഷോത്തമൻ, ലക്ഷ്മണനാ.
എന്തൊരു മര്യാദയാ! ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞിട്ട് ജ്യേഷ്ഠപത്നിയെയും കൂട്ടി വരുമ്പോ കയ്യിൽ എത്ര പവന്റെ വളയുണ്ട്, നെക്ലേസിന് എത്ര തൂക്കമുണ്ട് നടക്കുന്ന അനുജനല്ല ലക്ഷ്മണൻ. ആ മര്യാദ മനസ്സിലായോ? ആ ലക്ഷ്മണൻ, അതാണ് ജ്യേഷ്ഠത്തിയെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ബന്ധം. ഇതൊന്നും പഠിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ ജീവിതം പട്ടികൾക്ക് തുല്യമാവില്ലെന്ന്. ഇതെല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇതെങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവൂ? ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് ബന്ധങ്ങളൊന്നും നോക്കണ്ട, വെറും ഒരു ലൈംഗിക ഉപകരണമായി കാണുന്ന വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാട്ടികളായി വളർന്നു വരുമ്പോ ഇതിന്റെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം മനസ്സിലായോ? ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ? ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം. തനി നിറമെടുത്തണിയണ നെഞ്ചെ, കാട്ടു തോന്നിയാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. ഇതാ കുട്ടികളെ പാട്ട്. കുട്ടികളെ കുറ്റം പറയണ്ട. നിങ്ങൾ ഈ രാമായണത്തിന്റെ ഒരു പാഠം, ഒരർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുത്തോ? വട്ടത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തോ? കുട്ടികൾ അങ്ങനെ മൊബൈലും കൊണ്ട് ഹണി റോസിനെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ രാമായണം വായിക്കും. എന്ത് കാര്യം? ഇത് കഥ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിന്റെ മൂല്യം പറഞ്ഞു കൊടുക്കണ്ടേ? ഇനി അവിടെ അത് കഴിയട്ടെ. ഇനി മറ്റൊന്നും. രാമായണത്തിൽ എനിക്ക് ഏറ്റവും വികാരപരമായി തോന്നിയ സന്ദർഭം, രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ രാമനും സീതയ്ക്കും അതൊരു ഹണിമൂൺ ആയിരുന്നില്ലേ? കൊട്ടാരത്തിൽ രാമനും സീതയ്ക്കും ഒരിക്കലും ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. പാരയോട് പാരയായിരുന്നു. ഇവര് സമാധാനത്തിൽ ജീവിച്ചത് കാട്ടിലാണല്ലേ? ഒരു സ്വല്ലയില്ലാതെ ജീവിച്ചില്ലേ കാട്ടിൽ? കാനനത്തിൽ ശരത്കാല ചാരുഭംഗികൾ നോക്കിയും, കായും കനികളും പൂവും തളിരും തേടിയോടിയും, ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി, ഉല്ലസിച്ചാളങ്ങുമണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ. അങ്ങനെ നടന്നിരുന്ന ആ കാട്ടിൽ ശ്യാമനും സീതയ്ക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിഞ്ഞത് ലക്ഷ്മണന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. രാമന്റെ കൂടെ സീതയുണ്ട്, പക്ഷെ ലക്ഷ്മണന്റെ കൂടെ ഊർമിളയില്ല, അല്ലേ? അവളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കൂ. നമ്മുടെ ഭർത്താവ് ഗൾഫിൽ പോയാൽ, അല്ലെ ബാംഗ്ലൂർ ലണ്ടനിൽ പോയാൽ, അവിടെ എത്തി ഉടൻ തന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടില്ലെങ്കിലുള്ള ഇവിടുത്തെ ഭാര്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ. കത്തയച്ചിട്ടില്ലെങ്കിൽ, മണി ഓർഡർ അയച്ചിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ. എന്നാൽ ലക്ഷ്മണൻ കാട്ടിലേക്ക് പോയിട്ട് കാട്ടിൽ ഉറങ്ങിയോ? ഉണ്ടോ? അല്ലേ? രാക്ഷസന്മാര് പിടിച്ചു തിന്നോ? വന്യമൃഗങ്ങളുടെ ഭക്ഷണമായി പോയോ? ഒരു വിവരവും ഇല്ലാതെ 10-14 കൊല്ലം കൊട്ടാരത്തിൽ ഭർത്താവിന്റെ മാതാക്കളെയും സേവിച്ചു നിന്നൊരു മഹായുവതി, മഹതിയിലെ, അതാണ് ഊർമിള. ആ ഊർമിളയുടെ ത്യാഗം ആലോചിച്ച് നോക്കൂ. ആ ഊർമിളയുടെ ത്യാഗത്തിന് കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം, രാമായണ നാടകത്രയങ്ങളിൽ എന്നെ കരയിച്ചൊരു ഭാഗമുണ്ട്. ആ ഭാഗം സീതയെ, രാവണവധത്തിന് ശേഷം സീതയെ തിരിച്ചു കൊണ്ടുവന്ന് കൊട്ടാരത്തിലെത്തിയ രാമൻ അർദ്ധരാത്രിയിൽ പരിവാരങ്ങളില്ലാതെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോകുന്ന രംഗമുണ്ട്. എവിടത്തേക്കാ പോകുന്നത്? അന്തഃപുരത്തിലേക്ക്. ആരുടെ അന്തഃപുരത്തിലേക്ക്? സീതയുടെ അന്തഃപുരത്തിലേക്കല്ല, ലക്ഷ്മണന്റെ ഭാര്യാഗൃഹത്തിലേക്ക് പോവുക. എന്തിന്? ഊർമിള ഉറങ്ങുന്ന ആ മുറിയിൽ കയറി ചെല്ലുന്നു രാമൻ. ഉറങ്ങുന്ന ഊർമിളയുടെ പാദങ്ങൾ തൊട്ടിട്ട് രാമൻ കണ്ണുനീർ വാർത്തുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട അനുജത്തി, നീ അനുഭവിച്ച 14 വർഷത്തെ മഹാത്യാഗമാണ് എന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? അതാണ് അനുജന്റെ ഭാര്യയോടുള്ള ആദരവ്. നിങ്ങൾ കണ്ടോ? അനുജന്റെ ഭാര്യയെ സ്വന്തം പുത്രിക്ക് തുല്യമായി കാണുന്ന രാമനെ കണ്ടോ? ധാർമ്മികത, കുടുംബത്തിന്റെ ധാർമ്മികത എന്തെന്ന് നിങ്ങൾ പഠിപ്പിക്കേ. ഈ ഒരു ധാർമ്മികത ഇല്ല, മനുഷ്യ ജീവിതം തീർന്നില്ലേ? ശരീരത്തിന്റെ പ്രചോദനങ്ങൾക്ക് വഴങ്ങിയിട്ട് മനസ്സ് കുതിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ട്രെൻഡ്. കണ്ടിട്ടില്ലേ നിങ്ങൾ? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൃഗങ്ങൾ അവരുടെ ഗുരു, ശരീരവും ലഘുവാണ് മനസ്സ്. ഗുരു ലഘുവും പണ്ട് വൃത്തം പഠിച്ചവർക്കറിയാം. ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘു. വലുത് ഗുരു, ചെറുത് ലഘു, അല്ലേ? ഗുരു എന്ന് പറഞ്ഞാൽ മാഷ് എന്നല്ല അർത്ഥം. മാഷന്മാരെ ഗുരുജനങ്ങൾ എന്ന് വിളിക്കുന്നത് കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ടാണ്.
അല്ലാതെ ഗുരു എന്ന് പറഞ്ഞാൽ മാഷ് എന്നാണെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്നാ അല്ല. ഗുരു വലുതാ, ലഘു ചെറുതാ. മൃഗങ്ങൾക്ക് ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാ. എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രമുറ്റത്ത് ഒരു പശു വന്നു, ആ പശുവിനൊന്ന് മൂത്രമൊഴിക്കണം, ശരീരത്തിന് തോന്നി മൂത്രമൊഴിക്കണം. അപ്പൊ മനസ്സ് പറയോ ആളുണ്ട് ഇവിടെ പറ്റൂല, ആലയിലെത്തട്ടെ എന്ന് പറയോ? ഇല്ല. അവിടെ വാലും വന്ന് ചോദിക്കും, അവിടെ ചാണകൂടും, പട്ടികൾ റോഡിൽ വെച്ച് ഇണചേരും. നിശ്ചയക്കാർ വേണോ, അന്വേഷണം വേണോ, പന്തൽ വേണ്ടോ? ഒന്നും വേണ്ട, റോഡിൽ വെച്ച് പട്ടികൾ ഇണചേരും. കാരണം ശരീരത്തിന് കാമമുണർന്ന അപ്പൊ ഇണചേരുക, വിശപ്പ് തോന്നിയ കിട്ടിയത് തിന്നുക, അല്ലേ? വിസർജിക്കാൻ തോന്നിയ അപ്പൊ വിസർജിക്കുക. അതാണ് ശരീരത്തിന്റെ വിധേയമാണ് ആര്? മനസ്സ്. മൃഗങ്ങൾക്ക്. നമ്മളോ? നമ്മുടെ ഗുരു മനസ്സാ, ശരീരം വിധേയമാണ്. മനസ്സ് ഇവിടെ നിന്ന് ഇപ്പൊ മൂത്രമൊഴിക്കാൻ മുട്ടിയ നിങ്ങൾ ഇവിടെ ഒഴിക്കുവോ? നമ്മുടെ മനസ്സ് പറയും അനങ്ങാണ്ട് കിടന്നോ പെരുങ്കോട്ടല്ലേ, അവിടെ നിൽക്ക്, വീട്ടിലെത്തട്ടെ എന്ന് പറയും. കാരണം ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. കാമവികാരം ഉണർന്നു, ഒരാളെ കണ്ടു, നല്ല സ്റ്റൈലുള്ള പെണ്ണ്, അവളോടൊന്ന് ഇണചേരണം, അപ്പ പിടിച്ച് ബലാത്സംഗം ചെയ്താൽ അവൻ ആരായി? മൃഗമായി. മൃഗമായി. മനസ്സിലായില്ലേ? ആ മൃഗതൃഷ്ണയെ ഒഴിവാക്കി ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സ്, ആ മനസ്സിനെ വളർത്തിയെടുക്കാൻ മൃഗീയ അവസ്ഥയിൽ നിന്ന് ധാർമ്മിക അവസ്ഥയിലേക്കുള്ള വളർച്ചയാണ്, മാനവിക ബോധത്തിലേക്കുള്ള മാറ്റമാണ് രാമായണ കാലഘട്ടത്തിലെ കഥകളുടെ പ്രത്യേകത. ആ മാനവിക ബോധത്തിലേക്ക് മാറുകയാണ്. സൗഹൃദ ബന്ധം. രാമൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാ? സീതയേക്കാൾ പ്രിയപ്പെട്ടവൻ ആരാ? ഹനുമാനാണ്. സൗഹൃദ ബന്ധത്തിന്റെ, അല്ലേ? ചങ്ങായി ബന്ധം, അല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഡേ. ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാ? രാമനും ഹനുമാനും. ഹനുമാനോട് ചോദിച്ചു, എവിടെയാ നിന്റെ രാമൻ? ദാ ഇവിടെ, ഇവിടെയാണ് രാമൻ എന്ന് കാണിച്ചു കൊടുത്തില്ലേ? ഇവിടെയാണ് രാമൻ. ഹൃദയത്തിലാണ് ബന്ധം. ഈ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, രാജ്യഭരണം, ഈ കാലഘട്ടമാണ് രാമായണ കഥ. മനസ്സിലായോ? അപ്പോ വെള്ളത്തിൽ ജീവൻ, കരയിലും വെള്ളത്തിലും ജീവൻ, കാട്ടിൽ ജീവൻ, മരത്തുമക്കരിച്ച ജീവൻ, കൊടയുണ്ടാക്കിയ ജീവൻ, ആയുധം കണ്ടുപിടിച്ച ജീവൻ, ധാർമ്മികതയുടെ കുടുംബസ്നേഹ ജീവിതത്തിന്റെ ജീവൻ. അതാണ് 7 അവതാരം. 8ാമത്തത് കൃഷി. ഹലായുധൻ, ഉൽപ്പാദിപ്പിക്കുന്നവൻ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവൻ, കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുന്നവൻ ആരാ? ബലരാമൻ. അതാണ് 8ാമത്തെ അവതാരം, ബലരാമൻ. 9ാമത്തതോ സർഗാത്മകത, സൗന്ദര്യബോധം. അതാ ഞാൻ പറഞ്ഞത്, സംഗീതമുണ്ടാക്കുന്നവൻ, നവരസങ്ങൾ കൊണ്ട് നൃത്തം ചെയ്യുന്നവൻ. ഇവിടെ ഇട്ട തിരി 9 തിരിയാ. 9 തിരിയിടാൻ കാരണം സ്റ്റേജുമേൽ 9 ആളുള്ളതുകൊണ്ടാണോ? അല്ല. എന്തിനാ 9 തിരിയിട്ട്? എന്താ 9 തിരിന്റെ പ്രത്യേകത അറിയാവോ? 2 തിരിന്റെ പ്രത്യേകത അറിയാവോ? എന്താ 2 തിരി? സൂര്യചന്ദ്രന്മാരാണ് 2 തിരി, കിഴക്കും പടിഞ്ഞാറും. പിന്നെ അടുത്ത തിരി എത്രയാ? 5 തിരി. എന്താ 5 തിരി? പഞ്ചഭൂതങ്ങളാണ് 5 തിരി. പഞ്ചഭൂതങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. 7 തിരിയോ? പിന്നെ 7 തിരി എന്താ? 7 തിരി 7 ലോകങ്ങളാണ്. 7 ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യമാണ്. 9 തിരി എന്താ? നവരസങ്ങളാണ് കേട്ടോ. ആ നവരസങ്ങൾ, കരുണം, വീര്യം, ശൃംഗാരം, ബീഭത്സം, അത്ഭുതം, ഹാസം, ശാന്തം, ഭയാനകം എന്ന് പറഞ്ഞ 9 രസമില്ലേ? ആ 9 രസത്തിൽ രസരാജൻ ആരാന്നറിയാവോ? രസരാജൻ ശൃംഗാരം. ശൃംഗാരത്തിന് എത്ര ഭാവം ഉണ്ടെന്ന് അറിയാവോ? ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്നു ശൃംഗാരത്തിന് 16,000 ഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ 16,000 മോഡൽ പ്രേമമുണ്ടെന്ന്. മനസ്സിലായോ? 16,000 മോഡൽ പ്രേമമുണ്ട്. പിടിയിട്ടോ? അതാ 16,000 ഭാവം. ബാക്കി എത്ര രസമുണ്ട്? 8 രസം. ഈ 16,008 രസങ്ങളുടെയും മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരാളെ ലോകത്തുണ്ടായിട്ടുള്ളൂ. അതാരാ? മാസ്റ്റർ നാഥൻ, ഭർത്താവ്. 16,008 രസങ്ങളുടെ ഭർത്താവ്, രസങ്ങളോടൊത്ത് രാസലീല ആടിയവൻ. രാസലീല എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി അല്ല, രാസപ്രവർത്തനല്ല, രസങ്ങളുടെ ലീലയാടിയ ശ്രീകൃഷ്ണൻ. ഇത് കേട്ടിട്ട് കുറെ പൊട്ടന്മാർ വിചാരിച്ചു ശ്രീകൃഷ്ണന് 16,008 ഭാര്യയുണ്ട്. 16,008 ഭാര്യയുണ്ടെന്ന്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഭാര്യന്റെ വോട്ട് കൊണ്ട് ജയിക്കും കൃഷ്ണൻ എന്ന് വിചാരിച്ചു പോയി. അല്ലേ? അല്ലേ? അല്ല. 16,008 രസങ്ങൾ. സൗന്ദര്യം, സംഗീതം, അല്ലേ? മാല, വനമാല ചൂടിയ കൃഷ്ണൻ, നൃത്തം ചെയ്ത കൃഷ്ണൻ. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വികാസമാണ് ദശാവതാര കഥകൾ.
അതിൽ രാമായണം എന്ന് പറയുന്നത് എന്താണ്? രാമായണം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ, രാജഭരണത്തിൻ്റെ, മൂല്യബോധത്തിൻ്റെ കാവ്യമാണ്. ധാർമ്മികതയുടെ, കുടുംബബന്ധത്തിൻ്റെ, രാജഭരണത്തിൻ്റെ, അതാ രാമരാജ്യം എന്ന് പറയുന്നത്, സത്യത്തോടുള്ള സത്യവ്രതത്തിൻ്റെ കാവ്യമാണ്. ആ സത്യം രക്ഷിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം തത്വശാസ്ത്രത്തിലേക്ക് നയിക്കുന്നു. രാമായണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് തത്വശാസ്ത്രമാണ്. അതിനു മുമ്പ് തത്വശാസ്ത്രമില്ല. കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് വരികയാണല്ലോ, അല്ലേ? കാട്ടാളനായിരിക്കുന്ന വാൽമീകി എങ്ങനെയാണ് മനുഷ്യനായി കവിയായി മാറിയത്? രാമരാമ എന്ന് ചൊല്ലിയിട്ട്, രാ എന്ന് ചൊല്ലുമ്പോൾ ഇരുട്ട് പോയി, മ എന്ന് പറയുമ്പോൾ ഇരുട്ട് കയറുന്ന തടഞ്ഞു. അതാ രാമ 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 എന്ന് ചൊല്ലി വാൽമീകിയായി. യുദ്ധത്തിനെതിരെ കൊല്ലലിനെതിരാവുന്നു. അതുവരെ വേട്ടയാണ്, നായാട്ടാണ് പ്രധാനം. കൊല്ലുക എന്നതായിരുന്നു പ്രധാനം. കൊല്ലരുതെന്ന് പറയുന്നതാണ് രാമായണം. എന്താ? മാനിഷാദ. കാട്ടാളത്വം കൊല്ലലാണ്. കാട്ടാളത്വം എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലലാണ്. മാനിഷാദ, കൊല്ലാതിരിക്കൂ നിഷാദ. ക്രൗഞ്ചപക്ഷികൾ ഒന്നിനെ വനവേടൻ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടിട്ട് ഉള്ളിലുണ്ടായ ശോകമാണ് ശ്ലോകമായി, ശ്ലോകമാണ് കാവ്യമായി, കാവ്യമാണ് മഹാകാവ്യമായി ഒരു കടലായത്. അതുകൊണ്ടാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിൽ പറയുന്ന ആദ്യത്തെ വരി, അശ്രുവാൽ കടൽ തീർത്തോരാദിമ കവി പാടി അത്രിയാ മഹർഷിതൻ ആശ്രമവാടം പൂകി. അശ്രുവാൽ, കണ്ണുനീര് കൊണ്ട് കടലുണ്ടാക്കിയവൻ വാൽമീകി. ആ കണ്ണുനീരിന്റെ കടല് മാനിഷാദ. ഈ പുതിയ കാലഘട്ടത്തിൽ എന്താ നമ്മളോട് പറയുന്നത്? കൊല്ലരുത്, ആക്രമിക്കരുത്, വെറുക്കരുത് എന്നാണ്. പക്ഷെ എന്താണ്? നമ്മുടെ നാട്ടിൽ രാമായണ പാരായണവും ഭക്തിയും വളർന്നു വരികയല്ലേ? അമ്പലങ്ങളെല്ലാം ഗംഭീരമാവുകയല്ലേ? പക്ഷേ വെറുപ്പ് കുറയുന്നുണ്ടോ? വിദ്വേഷം കുറയുന്നുണ്ടോ? യുദ്ധങ്ങൾ വളരുന്നു, കലാപങ്ങൾ കൂടുന്നു, ആർത്തി കൂടുന്നു, അത്യാർത്തി കൂടുന്നു. എന്തേ? തത്വശാസ്ത്രം ആരും പഠിക്കുന്നില്ല. രാമായണം കേവലം ഭക്തികാവ്യം മാത്രമായി ചുരുക്കി കണ്ടിട്ട് വാൽമീകിയെയും എഴുത്തച്ഛനെയും അപമാനിക്കരുത്. കേവലം ഭക്തികാവ്യം മാത്രമല്ല രാമായണം. രാമായണം ഒരു തത്വശാസ്ത്ര കാവ്യമാണ്. എന്താണ് തത്വശാസ്ത്രം? നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത. എത്ര നൂറുകണക്കിന് വീടുകളാണ് ആ മുതുമലയിൽ, അല്ലേ മുണ്ടക്കയിൽ ഒന്ന് മലയിറങ്ങി വന്നപ്പോ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത കുട്ടികളും മനുഷ്യസ്നേഹികളായ കുട്ടികളും എല്ലാം ഒറ്റ ഒഴുക്കിനെല്ലാം പോയില്ലേ? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഡ്യോഹം എന്നമ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഇതാണ് നല്ലൊരു തത്വശാസ്ത്രം. ഞാൻ ബ്രാഹ്മണൻ, ഞാൻ രാജാവ്, ഞാൻ ആഢ്യൻ എന്നൊക്കെ പറയാ. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാ മരിക്കുന്ന? ഒന്നുകിൽ പണ്ട് ഇഷ്ടംപോലെ മൃഗങ്ങളുള്ളതുകൊണ്ട് മൃഗങ്ങൾ പിടിച്ചു തിന്നു. പിടിച്ചു തിന്നാല്, ബ്രാഹ്മണനെ തിന്നാല് കാഷ്ടം സ്വർണത്തിൻ്റെ ആവുമോ? ബ്രാഹ്മണനെ തിന്നാലും പൂച്ചനെ തിന്നാലും കടുവേന്റെ കാഷ്ടം ഒരുപോലെയല്ലേ? അതാണ് ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല. തീയിൽ വെച്ചാലോ? തീയിൽ വെച്ചാല് രാജാവിൻ്റെ MLA ആണ്, മന്ത്രിയാണ്, കൃമികീടങ്ങൾ പറയോ ഇത് മന്ത്രിയുടെ ശവ, തിന്നണ്ടെന്ന് പറയോ? ഇല്ല. കൃമികീടങ്ങൾ എല്ലാത്തിനെയും തിന്നും. മണ്ണിന് കീഴെ കൃമികളായി പോവും. തീയിൽ വെച്ചാൽ എല്ലാം കത്തി. മഹാത്മാഗാന്ധിയും വെണ്ണീരായി, ജവഹർലാൽ നെഹ്റുവും വെണ്ണീരായി, ഇന്ദിരാഗാന്ധിയും വെണ്ണീരായി, EK നായനാറും വെണ്ണീരായി, EMS വെണ്ണീരായി, K കരുണാകരനും വെണ്ണീരായി. MLA യോഹം, MP യോഹം, മന്ത്രിയോഹം എന്നമ്രേഡിതം കലർന്നീടും ദശാന്തരെ. ഭീകരവാദി വെടിവെച്ചു പോകിലാം, ബോംബ് പൊട്ടി മരിച്ചു പോയിടിലാം. രാജീവ് ഗാന്ധിയാണ്, ഞാൻ ഇന്ദിരാഗാന്ധിയുടെ മോനാണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ബോംബിന് ഭും പോയില്ലേ? അതുകൊണ്ട് ഈ നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ശരീരം കൊണ്ടുള്ള ആ ശരീരത്തിൻ്റെ സുഖമാണ് പ്രധാന സുഖമെന്ന ധാരണ തെറ്റാണ്. സത്യാന്വേഷണമാണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സത്യത്തെ അന്വേഷിക്കുമ്പോൾ
ഉപവിഷ്ടരായിട്ട് ചർച്ച ചെയ്തിട്ട് സത്യത്തെ അന്വേഷിക്കാം. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ അന്വേഷിക്കുക. എന്താ ഈ നിശേഷ സത്യം? അർദ്ധസത്യങ്ങളും അപൂർണ സത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് ലോകം നിറയുന്നു. പക്ഷേ ഈ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും 1,00,000 കൂട്ടി വെച്ചാലും ഒരു കൊച്ചു സത്യത്തിൻ്റെ അടുത്തെത്തുമോ? ഇല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോ ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങളുണ്ടല്ലോ. എന്നിട്ട് ട്യൂബ് ലൈറ്റ് കത്തിക്കേണ്ടി വന്നില്ലേ? എത്ര ബൾബ് ഇടേണ്ടി വന്നു? 1,00,000 നക്ഷത്രം ഉണ്ടായിട്ട് നമുക്ക് എന്തോ കാര്യമുണ്ടോ? ഇപ്പൊ ആകാശത്ത് കാണുന്ന തിരുവാതിര എന്ന നക്ഷത്രത്തിന്റെ 100-1 വലിപ്പം മാത്രമേ ഉള്ളൂ പകല് കത്തുന്ന ഒറ്റ വിളക്കിന്, സൂര്യന്. അറിയാവോ? തിരുവാതിര വലിയ നക്ഷത്ര, സാധാരണ നക്ഷത്രമാണ് സൂര്യൻ. പക്ഷെ ഒറ്റ വിളക്കേ ഉള്ളൂ പകല്. എന്നിട്ട് നമുക്ക് ട്യൂബ് ലൈറ്റ് വേണ്ടല്ലോ. എന്തുകൊണ്ടാ? പകല് കത്തുന്ന ആ വിളക്കിനടുത്താണ് നാം. രാത്രി കത്തുന്ന വിളക്കുകൾക്ക് നമ്മൾ അകലെയാണ്. സത്യത്തിൽ നിന്ന് അകലുമ്പോൾ അന്ധകാരം വർദ്ധിക്കും, സത്യത്തോടടുക്കുമ്പോൾ വെളിച്ചം കൂടും. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ടിലെ വരിയാ ഞാനിപ്പോ പാടിയത്. മനസ്സിലായോ? ആ സത്യത്തെ അന്വേഷിക്കുക. ആ സത്യം അന്വേഷിക്കുമ്പോ എവിടെയാണ് ദൈവം? എവിടെയാണ് ദൈവം? വാൽമീകി പറയുന്നു, രാമൻ എവിടെ? വാൽമീകി പറയുന്നു, മനഃകൃതം കൃതം രാമ. രാമൻ എന്ന് പറയുന്നത് വിഗ്രഹമല്ല, രാമൻ എന്ന് പറയുന്നത് ചിത്രമല്ല, രാമൻ എന്ന് പറയുന്നത് പ്രതിഷ്ഠയല്ല. മനഃകൃതം കൃതം രാമ. നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്താണോ കൃതമായിരിക്കുന്നത് അതാണ് രാമൻ. നിങ്ങളുടെ ഉള്ളിലെ രാമൻ ശക്തവാനാകുന്നത് നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് ശക്തമാകുമ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിലെ രാമൻ ധർമ്മനിഷ്ഠനാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ ധർമ്മമുണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിൽ രാമൻ സത്യവാനാവുന്നത്, മഹാത്മാഗാന്ധിയുടെ രാമൻ സത്യവാനായ രാമനാണ്. എപ്പോഴാണ്? നിങ്ങളുടെ ഉള്ളിൽ സത്യമുണ്ടാകുമ്പോഴാണ്. സത്യം അന്വേഷിക്കുന്ന പരീക്ഷണമാണ് എൻ്റെ ജീവിതമെന്ന് ഗാന്ധി പറഞ്ഞത് അതുകൊണ്ടാണ്. എവിടെയാണ് രാമൻ ഇരിക്കുന്നത്? കൃത്യമായിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വാൽമീകി രാമനോട് പറയുന്നുണ്ട്, നീ ഇരിക്കേണ്ട ഇടമേതെന്ന്. വായിച്ചിട്ടുണ്ടോ? അരണ്യകാണ്ഡത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ രാമൻ പോകുന്ന ഒരു ഭാഗമുണ്ട്, വാൽമീകി ആശ്രമ പ്രവേശം. അവിടെ പോയിട്ട് രാമൻ ചോദിക്കുന്നുണ്ട്, ഈ ദണ്ഡകാരണ്യത്തിൽ മഹാമുനെ എനിക്ക് പാർക്കാൻ പറ്റിയ ഇടമേതെന്ന്. അതിന് മറുപടിയായിട്ട് വാൽമീകി പറയുന്നത് എന്താണെന്നറിയുമോ? രാമ, ഇങ്ങനെയാ പറയുന്നത്, സന്തുഷ്ടചിത്തരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീന മനസ്കരായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നുടെ സ്വാന്തം നിനക്ക് സുഖവാസമന്ദിരം. സ്വഅന്തം, സ്വന്തം ഉള്ളിൽ. എവിടെ? ആരുടെ ഉള്ളിൽ? സന്തുഷ്ടിയുള്ളവരുടെ ഉള്ളിൽ. ഇവിടെ എത്ര ആരുടെ ഉള്ളിൽ രാമനുണ്ടെന്നൊന്ന് നോക്കൂ, ഒന്ന് സ്വയം പരിശോധിക്കൂ. സന്തുഷ്ടിയുണ്ടോ? പോരാ നാളിൽ കീശാദൂരാമുയരട്ടെ എന്നല്ലേ? ഇപ്പൊ എന്താ പ്രാർത്ഥന? പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമാന്നല്ലേ പ്രാർത്ഥന? സന്തുഷ്ടിയുണ്ടോ? ഉണ്ടെങ്കിൽ രാമനുണ്ട്. അവര് ഒരുപോലെ കാണുമോ? നായരെന്നോ നമ്പൂതിരിയെന്നോ ഈഴവനെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുമോ? ഒരുപോലെ കാണാൻ പറ്റുമോ? അതാണ് സമദൃഷ്ടി. സമദൃഷ്ടരായി ഒരു ജന്തുവിനോടും വിദ്വേഷഹീന മനസ്കര്, വിദ്വേഷമില്ലാത്ത മനസ്സ്, വെറുപ്പല്ല. രാമായണം വായിച്ചിട്ട് ആരോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് വായിച്ചത് ഗുണമില്ലാതെയാണെന്ന്. വായിച്ചതിനെ കൊണ്ട് ഓപ്പറേഷൻ വിജയിച്ചിട്ടുണ്ട്, പക്ഷെ രോഗി ബാക്കിയാകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ ഓപ്പറേഷനെല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി മരിച്ചു പോകുന്നു. അതുപോലെ രാമായണം എല്ലാം വായിക്കുന്നുണ്ട്, പക്ഷെ അതിനെ കൊണ്ടൊരു ഗുണം ആർക്കും ഇല്ലെങ്കിൽ എന്ത് കാര്യം? വിദ്വേഷമില്ലാത്ത ഹൃദയമുണ്ടാവണം, മനസ്സുണ്ടാവണം. വിദ്വേഷഹീന മനസ്കരായി ശാന്തരായിട്ട് നിന്നെ ഭജിക്കുന്നവരുടെ സ്വാന്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമസ്തേ എന്നാണ് ആദ്യം ഞാനിവിടെ ഉദ്ധരിച്ച വാക്ക്, അല്ലേ? എന്താ നമസ്തേ? എൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഞാനാ.
ഞാ എന്ന് പറഞ്ഞാൽ അല്ല എന്നാ. ഞാൻ എന്ന് പറഞ്ഞാൽ അല്ല, നോ എന്നാ. ഞാൻ എന്ന് പറഞ്ഞാൽ നോ. മാ എന്ന് പറഞ്ഞാൽ മീ. നമ എന്ന് പറഞ്ഞാൽ ഞാനല്ല, തേ നിങ്ങളാണ്. നിങ്ങളാ പ്രധാനം. അതാ നമസ്തേ. ഇവിടെ കിട്ടിയോ? നോട്ട് മീ ബട്ട് യു. നിങ്ങൾക്ക് പ്രാധാന്യം. നിങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഏറ്റുവാങ്ങുന്ന പ്രക്രിയയാണ് തൊഴല്. തൊഴുന്നത് കണ്ടിട്ടില്ലേ? ആളെ തൊഴുന്നു, ദൈവത്തെ തൊഴുന്നു. എന്തിനാ തൊഴുന്നത്? ആ അമ്പലത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇതല്ലേ? ഇതല്ലേ ലൈക്കടിക്കുന്ന വിരൽ? ഇതല്ലേ തള്ള വിരൽ? ചില നാട്ടിൽ ഇതിന് അപ്പം വിരൽ എന്ന് പറയും. അപ്പൻ അച്ഛനാണ്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റാ, ബാക്കി 4 മെമ്പർമാരാ. ഈ പ്രസിഡന്റിനെ ദൈവമല്ലേ നീയല്ലേ വലിയ, അതുകൊണ്ട് ഇങ്ങനെ തൊഴാറുണ്ടോ ആരെങ്കിലും? ഇല്ല, ഇങ്ങോട്ടാണ്. ആ വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക്. ഇവിടെ മതിയോ വെളിച്ചം? പോരാ. വികാരത്തിൽ പോരാ വെളിച്ചം, ചിന്തയിലും വേണം. മേലേക്കാവിലും താഴേക്കാവിലും തൊഴുതു കഴിഞ്ഞാൽ ഇങ്ങനെയാക്കുന്നില്ലേ? ഇവിടെ ചിന്തയിലും വികാരത്തിലും വെളിച്ചം വേണം. അത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങും, നെറ്റിയിൽ തൊടും. പ്രസാദം വാങ്ങിയിട്ട് എന്തിനാ നെറ്റിയിൽ തൊടുന്നത്? ചന്ദനവും ഭസ്മവും നെറ്റിയിൽ തൊടുന്നത് എന്തിനാ? അതിൽ ചേർക്കേണ്ടത് ചേർത്താലേ അതിനെ കൊണ്ട് ഗുണമുള്ളൂ. എന്താ ചേർക്കേണ്ടത്? തീർത്ഥക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർത്താൽ മതിയോ? പോരാ. ഇതിൽ ചേർക്കേണ്ടത് എന്താണ്? നിങ്ങൾ ചെങ്ങന്നൂർക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിറങ്ങും, ചെങ്ങന്നൂർ വന്നിറങ്ങുന്ന എവിടെ പോവാനാ? ശബരിമലയിൽ പോവാനാ. ശബരിമലയിൽ പോയിട്ടാകുമ്പം ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി എന്ന പാട്ടിലെ അടുത്ത വരി എന്താ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം നിത്യ അല്ലേ കളഭചന്ദനങ്ങളാൽ അഭിഷേകം. നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ ഈ ഭസ്മം, ഈ ചന്ദനം ഇവിടെ പൂശിയാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ തലക്കുള്ളിലുള്ള എൻ്റെ ചിന്തകൾ പ്രകാശമാനമാണ് എന്നാളെ ബോധ്യപ്പെടുത്തല. നെഞ്ചത്ത് തൊട്ടാൽ എൻ്റെ വികാരങ്ങൾ പ്രകാശമാനമാണ് എന്നാണ്. ആ വികാരങ്ങളെ അടക്കാൻ പറ്റണം. രാമായണം നമ്മളോട് പറയുന്നത്, ലക്ഷ്മണ, വികാരങ്ങൾ അടക്കുന്ന ഒരു കുഞ്ഞിനെയും എടുത്തിട്ട് ഒരാൾ നടന്നു പോകുമ്പോൾ കുഞ്ഞ് ഭയങ്കരമായ നിലവിളിയും കരച്ചിലും ചാട്യവും. അപ്പോൾ കുട്ടിയോട് ഇയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് മിഠായി വാങ്ങിക്കൊടുത്തു. മിഠായി വാങ്ങിയിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ തന്നെ. അപ്പോൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും കുട്ടി കരയുന്നു. അപ്പോഴെല്ലാം അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്നു. അത് കണ്ടിട്ട് കൂടെ ഒരാൾ നടക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, നിങ്ങളൊരു വല്ലാത്ത ക്ഷമ തന്നെയാ കാണിക്കുന്നത്. ഞാനെങ്ങാനാണെങ്കിൽ ഇതിന് പണ്ടേ എന്തോ ചെയ്തു പോവും. എന്നിട്ട് കുട്ടിയോട് ഒന്നിച്ച് വന്ന ആള് തട്ടിക്കയറി, എന്താ മാധവ, എല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താടാ കരച്ചിൽ നിർത്താത്തത്? അപ്പോൾ അയാള് ഇവളോട് പറയാ, കുട്ടീൻ്റെ പേര് മാധവൻ എന്നല്ല, രാകേഷ് എന്നാണെന്ന്. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങ് മാധവ എന്ന് പറയുന്നത്? അപ്പം അയാൾ പറയാ, മാധവൻ ഞാൻ തന്നെയാ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ എന്ന്. മനസ്സിലായോ? രാമായണം വായിച്ചാൽ ഇനി വീട്ടിൽ പോയാൽ എന്ത് വേണം? അടങ്ങ് മാധവ എന്ന് പറയണം. വികാരങ്ങളിൽ പ്രകാശം വേണം. അത് കണ്ടത്തിൽ തേക്കുമ്പോൾ വാക്കുകളിൽ പ്രകാശം വേണം. എൻ്റെ കണ്ടത്തിൽ നിന്ന് വരുന്ന നാദത്തിൽ പ്രകാശമുണ്ട്. അത് 2 കൈയിൽ ഇവിടെയും ഇവിടെയും തേക്കുമ്പോൾ എൻ്റെ കർമ്മങ്ങളിൽ പ്രകാശമുണ്ട്. ഇതാണ് ഈ ചന്ദനവും ഭസ്മവും അല്ല ഇവിടെയെല്ലാം തൊടുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അത്തരത്തിൽ നല്ല മനുഷ്യരായി, സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി, ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. നിങ്ങൾക്ക് സുഖഭോഗങ്ങളാവാം, നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് സുഖഭോഗങ്ങൾ ആസ്വദിക്കാം. പക്ഷെ അതിന് മാത്രമായി ജീവിക്കരുത്. രാമായണം നൽകുന്ന മനോഹരമായ സന്ദേശം, ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്നാണ്. അത്തരത്തിൽ കുടുംബജീവിതത്തിൻ്റെ ധാർമ്മികതയും സത്യവും സ്നേഹവും ബന്ധങ്ങളുടെ ആർദ്രതയും കാത്തുരക്ഷിച്ചുകൊണ്ട്
മാനവിക ബോധം വളർത്താൻ കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്കുള്ള പ്രയാണം. കഴിഞ്ഞ ആഴ്ച ആഗസ്റ്റ് 3-ാം തീയതി മലയാള മനോരമ പത്രത്തിലൊരു ലേഖനം ഉണ്ടായിരുന്നു. കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക്. രാമായണത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ അതിൻ്റെ ഹെഡിങ് ആണ് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്കുള്ള പ്രയാണത്തിന് നമ്മൾ രാമായണ പാരായണം ചെയ്യുക. പക്ഷെ ഒരു പ്രശ്നം, കർക്കടകം 31-ാം തീയതി അല്ലെ 32-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം പൂട്ടിയ പിന്നെ അടുത്ത 11 മാസം ഒരു വസ്തു വായിക്കൂല. എന്ത് കാര്യ? അതുകൊണ്ട് വായന പൂട്ടരുത്, തുടരുക. ബാക്കി 11 മാസവും തുടരണം. വായനയുടെ അനന്ത ലോകത്തേക്ക് നിങ്ങൾ പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രാമായണ മേള സംഘടിപ്പിച്ച ഇവിടുത്തെ മഹാദേവ സേവാ സമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് അതിൽ എൻ്റെ ചില ചിന്തകൾ, ചിതറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇത്ര നേരം വളരെ ക്ഷമയോടുകൂടി എന്നെ കേട്ടിരുന്നതിന് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.